അതിപരിശോധന നമ്മുടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസമല്ലായിരിക്കാൻ ഈ നല്ല രാത്രികാലം, ഈ പകൽക്കാലവും സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല നല്ല സാവകാശങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നമ്മൾ ദിവസം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആരംഭിച്ച് നമ്മുടെ ഉപവാസത്തിൻ്റെ ഈ 4-ാം സെക്ഷൻ ദിവസമല്ലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. കഴിഞ്ഞ് ഓരോ സെക്ഷനിലും കർത്തൃപാർപ്പിടത്തിലായിരിക്കാൻ കർത്താവിൻ്റെ പുന്നുമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കർത്തൃദാസന്മാരിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ച എല്ലാ വചനങ്ങളെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ ഈ പകൽക്കാല ദിവസത്തിലായിരിക്കുന്ന കർത്തൃദാസന്മാർ ദിവസത്തിലായിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും കർത്താവായ യേശുക്രിസ്തു നാമത്തെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വിശേഷാൽ ഈ പകൽക്കാലത്തെ രാത്രികാലത്തെ ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവം കർത്താവിനെ സ്തുതിക്കുന്നു. കർത്തൃവത്യൻ ആദ്യമായിട്ടാണ് നമ്മുടെ സഭയിൽ കടന്നു വരുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ശ്രോതം സഭയുടെ പേരിൽ വ്യക്തനുള്ള സ്വാഗതവും വന്ദനവും അറിയിക്കുന്നു. ശ്രോതം ഞാൻ ആദ്യമായിട്ടാണ് കർത്തൃദാസനെ കാണുന്നത്, പരിചയപ്പെടുന്നത്. സ്തോത്രം. കർത്തൃദാസൻ IPC സഭയുടെ ശുശ്രൂഷകനാണ്. ശ്രോതം വളരെ നമുക്ക് ദൈവത്തിന് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്തൃവത്യനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. എല്ലാ കണ്ണുകളും ചിലമിറ്റുകൾ അടച്ച് എല്ലാ ഹൃദയങ്ങളും ചിലമിറ്റുകളെ ഏകാഗ്രമാക്കി പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ യോഗത്തിൻ്റെ നടുവിലുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അതിൻ്റെ മധ്യേ ഉണ്ട് എന്ന് അരുളി ചെയ്ത സർവശക്തനായ തമ്പുരാൻ ഇന്ന് പകലിൽ നമ്മുടെ മധ്യേ നടകൊള്ളുകയാണ്. വിശ്വസിക്കുന്ന എല്ലാവരും ചില മിനിറ്റുകൾ അതരങ്ങൾ തുറന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. എത്രത്തോളം അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ കഴിയുമോ ശക്തിയോടെ ചില മിനിറ്റുകൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. ബൈബിൾ പ്രകാരം പറയുന്നു, നമ്മുടെ ലാംഗ്വേജിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് അത് അറിയുന്നു. പക്ഷേ സ്വർഗത്തിലെ ലാംഗ്വേജിൽ, സ്വർഗത്തിൻ്റെ ഭാഷയിൽ തൻ്റെ ഭക്തന്മാർ പ്രാർത്ഥിക്കുമ്പോൾ, തൻ്റെ ഭക്തന്മാർ അതരങ്ങൾ തുറക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ അതിൻ്റെ മഹത്വം അറിയാൻ കഴിയുകയുള്ളൂ. ചില മിനിറ്റുകൾ എല്ലാവരും അതരങ്ങൾ തുറന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ അതരങ്ങളും ഒന്ന് തുറന്നാട്ടെ. ശമന അർക്കന ജഗൽക്കമന ഉടവ ശംദർ കമന ഘടകസി എല്ലാ അതരങ്ങളും അതരങ്ങൾ തുറന്ന് ഊടാമാന ഷൈഡാമാന റിഖമാന ശംദരാജകൽ ഖനാജകൽ കമന അന്തരകത്തുല അടകലകത്തുല റിഖമനംദല ഊടാബാബ റിഖമാന ഷൈഡാരാജ ഹൽക്കാമാല. പോരാ 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 പോരാ. ചില മിനിറ്റുകൾ അധരങ്ങൾ തുറന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകലിൽ നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ സഭയ്ക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ, യൗവനക്കാർക്കെതിരെ, സഭാ ഫലത്തിൽ വെളിപ്പെടേണ്ട ആത്മീക ഭൗതിക നന്മകൾക്കെതിരെ ഈ പട്ടണത്തിൽ വ്യാപരിച്ച് നന്മയ്ക്ക് അതിരിട്ട് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ, പൈശാചിക മണ്ഡലങ്ങൾ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഈ പകൽക്കാലം അഴിഞ്ഞു മാറേണ്ടതുണ്ട്. ചില മിനിറ്റുകൾ എല്ലാവരും അതരങ്ങൾ തുറന്ന് കരങ്ങൾ അടിച്ച് അന്യഭാഷകളിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങുക. കുടബലവലവ ശന്തര ജഗൽക്കന ജഗൽക്കന ചൂട പ്രൗഢലവേദ അർക്കമനാതല അർത്ഥവനാതല ചൂടവരാതല ശന്തലഭാരക റിക്കമനാതല ചൂടബലംതല അർത്ഥവനാതല ഉടവ ശന്ത രഗന ജഗല രഗല രഗന ജീബല ഭാര ശന്തല ഭൗഷല റിക്കമനാതല ചൂടബലംതല അർത്ഥവനംതല ചുടബല അർത്ഥവനംതല ചുടബലകർത്തുല അർത്ഥവനാഥ റിക്കാമാന ചൂട അർക്കാമാന റിക്കാബാല ചൂടാബാബ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ 2-ാം പകലിൽ എളിയവരായ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നൽകിയ നല്ല കൃപയ്ക്കായി ഇന്ന് പകൽക്കാലവും ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നലെ പകലും ഇന്നലെ വൈകിട്ടും ശ്രേഷ്ഠകരമായ ആലോചന അങ്ങയുടെ കുഞ്ഞുങ്ങളെ കേൾപ്പിച്ചല്ലോ. ഇന്ന് പകലിൽ എളിയവൻ തിരുവചനവുമായി നിൽക്കുന്നു. സഭയോട്, വ്യക്തികളോട്, കുടുംബത്തോട്, പ്രസ്ഥാനത്തോടുള്ള ദൈവത്തിൻ്റെ ആലോചനയെ ഇന്ന് പകൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി തരേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ ഏതാത്മാവിനാൽ അങ്ങയുടെ വചനം എഴുതപ്പെട്ടോ
അതേ ആത്മാവിനാൽ ഞങ്ങൾക്കൊരു ജയത്തെ സ്വർഗം കൽപ്പിച്ചാക്കുന്ന കൃപകൾക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ തലകളെ വണക്കിയിരിക്കുന്ന എല്ലാവരെയും നീ ഒരുപോലെ അനുഗ്രഹിക്കണമേ. വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽ ഇതിൻ്റെ അകത്തുള്ള ചെറിയവരെയും വലിയവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ, കർത്താവ് അത് ചെയ്യുന്ന കൃപകൾക്ക് നന്ദി. കർത്താവ് അത് ചെയ്യുന്ന കൃപകൾക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം നിങ്ങളോട് ഒരുമിച്ച് ഈ യോഗത്തിലായിരിക്കാൻ ദൈവം നൽകിയ നല്ല കൃപയ്ക്കായി സ്തോത്രം. ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായ ഷൈജു, അദ്ദേഹത്തിൻ്റെ കുടുംബം, വിശേഷാൽ ഈ യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ, ഈ കൂട്ടായ്മയുടെ ഭാഗവാക്കായ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവും വന്ദനവും ഇന്ന് പകൽക്കാലം അറിയിക്കുന്നു. 1-2 വാക്യത്തിൽ എന്നെ പരിചയപ്പെടുത്തി ഞാൻ തിരുവചനത്തിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ പേര് രതീഷ് ഏലപ്പാറ എന്നാണ്. ചില വർഷങ്ങളായി, കഴിഞ്ഞ 16ഓളം വർഷമായി കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. എനിക്ക് ഭാര്യയും ഒരു കുഞ്ഞും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. കുട്ടിക്കാനത്തിന് സമീപമുള്ള മാർ ബസേലിയസ് കോളേജിൻ്റെ അടുത്താണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. ഏകദേശം 30ലധികം യൗവനക്കാർ കൂടി വരുന്ന ന്യൂമ ജനറേഷൻ എന്ന് പറയുന്ന ഒരു യൂത്ത് ഗ്രൂപ്പ് ഞങ്ങൾക്കവിടെയുണ്ട്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയും അവിടെയുണ്ട്. ആമേൻ. അവിടുത്തെ പ്രവർത്തനങ്ങളിലായിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു. സ്തോത്രം. ഈ ശുശ്രൂഷയിൽ എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസന്, സഭയ്ക്ക് ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും പറഞ്ഞ് ഞാൻ തിരുവചനത്തിലേക്ക് കയറാൻ താല്പര്യപ്പെടുകയാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാൻ. നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ദൈവം അവരുടെ ആലോചനയെ നിഷ്ഫലമാക്കിയെന്നും ഞങ്ങളുടെ ശത്രുക്കൾ കേട്ട ശേഷം ഞങ്ങളെല്ലാവരും മതിലിങ്കൽ താൻ്റെ വേലയ്ക്കായി മടങ്ങിച്ചെല്ലുവാൻ ഇടയായി. വളരെ സുപരിചിതമായ ഒരു വാക്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് പകൽ നമ്മുടെ ആലോചന, നമ്മുടെ മെസ്സേജ് ആരംഭിക്കുന്നത്. അവിടെ ഇപ്രകാരം പറയുന്നു: ഞങ്ങൾക്ക് അറിവ് കിട്ടിയെന്നും ദൈവം അവരുടെ ആലോചനയെ നിഷ്ഫലമാക്കിയെന്നും ഞങ്ങളുടെ ശത്രുക്കൾ കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വേലയിലേക്ക്, മതിലിങ്കലേക്ക് ഞങ്ങൾ മടങ്ങിപ്പോയി. ഇന്ന് പകലിൽ ദൈവാത്മാവ് എന്നോട് പറയുന്നൊരു ദൂതിത, ദൈവത്തിൻ്റെ പദ്ധതിക്കായി, ദൈവത്തിൻ്റെ സഭയുടെ പണിക്കായി ദൈവം ഈ സഭയെ കണ്ടിട്ടുണ്ടെങ്കിൽ ശത്രു എത്ര പ്രബലനാണേലും ശത്രുവിൻ്റെ പദ്ധതിയെ നിഷ്ഫലമാക്കാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് പകൽ ഇതിൻ്റെ അകത്തുണ്ട്. ഒരിക്കൽ കൂടെ ഞാൻ ഈ പദം ഇവിടെ ആവർത്തിച്ചു തുടങ്ങുക. നീ പ്രാർത്ഥിക്കുന്നൊരു ദൈവ പൈതലാണെങ്കിൽ, നീ ആരാധിക്കുന്നൊരു ദൈവ പൈതലാണെങ്കിൽ, വിശുദ്ധിയിലും വേർപാടിലും ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ദൈവാത്മാവ് ആവർത്തിച്ച് ദൂത് പറയുകയാ: എവിടെയൊക്കെ നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ ശത്രു തന്ത്രങ്ങൾ മെനഞ്ഞാലും ഇന്ന് പകലിൽ അവൻ്റെ തന്ത്രങ്ങളെ പൊളിക്കാൻ, അവൻ്റെ പദ്ധതിയെ പൊളിക്കാൻ, അവൻ്റെ ആലോചനയെ നിഷ്ഫലമാക്കാൻ കഴിയുന്നൊരു ദൈവകരം ഇവിടെ ചലിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. കുടബല ഹർക്കന ജഗൽക്കമന സന്തര ജഗൽക്കമന. എല്ലാവരും ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നിന്റെ കുടുംബത്തിൻ്റെ, നിന്റെ തലമുറയുടെ, നിന്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തെ, നിന്റെ കുഞ്ഞിൻ്റെ ഭാവിയെ ഇന്ന് പകൽക്കാലം തകർക്കുമെന്ന്, അതിനെ ഇല്ലാതാക്കുമെന്ന്, മെച്ചമായൊരു മേഖലയിലേക്ക്, ഉന്നതമായൊരു പന്താവിലേക്ക് എത്തിക്കുകയില്ല എന്ന് പറഞ്ഞ് ദുരാലോചനയിട്ട് തകർത്ത് കളയാൻ നോക്കുന്ന അന്ധകാര ശക്തികൾ ഈ പ്രാർത്ഥനയ്ക്ക് നടുവിൽ പകർന്നു മാറുകയാണ്. ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പറയാ: ആമേൻ. മന്ത്രോച്ചാരണങ്ങളിലൂടെ,
ആഭിചാര ക്രിയകളിലൂടെ നിന്നെയോ നിന്റെ തലമുറയെയോ നിന്നെയോ നിന്റെ ശുശ്രൂഷയെയോ നിന്നെയോ നിന്റെ സഭാപ്രവർത്തനത്തെയോ ഇല്ലാതാക്കാൻ ഇന്നലകളിൽ ശത്രു തന്ത്രങ്ങൾ മെനഞ്ഞെങ്കിൽ ഇന്ന് പകൽ ഈ ദൂത് അവന്റെ താവളത്തിലേക്ക് ചെല്ലുക. അവന്റെ ആലോചനയെ മറിക്കാൻ, അവന്റെ പദ്ധതിയെ മറിക്കാൻ കഴിയുന്ന ഒരു ദൈവകരം ഈ പകൽ ഇവിടെ ചലിക്കപ്പെടുകയാണ്. സ്തോത്രം. ഒന്ന്, ദൈവം ശത്രുവിൻ്റെ ആലോചനയെ നിഷ്ഫലമാക്കുന്നവൻ. ഞാൻ ഈ വാക്യത്തിലേക്ക് ഒടുവിലേ മടങ്ങി വരികയുള്ളൂ. ആമേൻ. ഒന്ന് തൊട്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ആമേൻ, നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ, നെഹമ്യാവ് ദീർഘമായൊരു പ്രാർത്ഥനയിലേക്ക് കയറിയിരിക്കുക. എന്താ നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയുടെ വിഷയം? വചനം പഠിക്കുമ്പോൾ പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ ജനം വളരെ കഷ്ടതയിലൂടെയും വേദനയിലൂടെ പോകുന്നെന്ന് കേട്ടു. രണ്ടാമത്തെ കാര്യം, ഒരിക്കൽ തൻ്റെ ഭക്തന്മാർ യാഗം കഴിച്ച ആലയം, അതിൻ്റെ വാതില് അവൻ മതിൽ പൊളിഞ്ഞു കിടക്കുന്നു, വാതിൽ വെന്ത് കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ അവൻ നിലവിളിയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാനിടയായി. അവിടെ ഭൗതികമായ ഒരു വിഷയത്തിന് വേണ്ടിയല്ല പ്രാർത്ഥന തുടങ്ങുന്നേ. ഒന്ന്, തൻ്റെ രക്തത്തിന് രക്തവും മാംസത്തിന് മാംസവുമായ തൻ്റെ സഹോദരങ്ങൾ പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞവർ വേദനയ്ക്കകത്ത് കണ്ണുനീരോടെ അടിമത്തത്തിൽ കഴിയുന്നത് കേട്ടപ്പോൾ ഹൃദയം തകർന്നു. രണ്ടാമത്തെ തകർച്ച, ഒരിക്കൽ ദൈവമഹത്വം വെളിപ്പെട്ട ആലയം, ഒരിക്കൽ യാഗം കഴിച്ച ആലയം, അതിൻ്റെ വാതിലുകൾ വെന്തും മതിലുകൾ തകർന്നു കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ അവൻ ദൈവസന്നിധി കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഇന്ന് പകലൊരു ദൂത് പറയുകയാ. ഈ PMG ചർച്ചിൻ്റെ അകത്തുള്ള ദൈവവേദനയില് നിനക്കൊരനുഗ്രഹം വേണമെങ്കിൽ ഒന്നാമത്തെ ആഗ്രഹം സഭയെക്കുറിച്ചുള്ള, നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള, സഹവിശ്വാസികളെ കുറിച്ചുള്ള ഒരു വേദന അകത്തുണ്ടായിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവർ ഇന്ന് പകലുണ്ടെങ്കിൽ അവന്റെ ചരിത്രത്തെ മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയുടെ ലിസ്റ്റ് എടുത്ത് പഠിച്ചാ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? എനിക്ക് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി. കർത്താവേ, ഞങ്ങൾക്ക് കാറ് തരണം, ഞങ്ങൾക്ക് ബൈക്ക് തരണം, ഞങ്ങൾക്ക് ബാങ്ക് ബാലൻസ് തരണം, ഞങ്ങൾക്കത് വേണം, ഞങ്ങൾക്കിത് വേണം. ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഒന്നാമത്തെ പ്രാർത്ഥന ആത്മീയതയിൽ നിന്ന് തുടങ്ങണം. ഒന്നാമത്തെ പ്രാർത്ഥന, ഒരു തകർക്കപ്പെട്ടവന്റെ അനുഭവം നിന്റെ മുമ്പിലുണ്ടെങ്കിൽ അവനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽ നീ തയ്യാറാകണം. നീ അങ്ങനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ എൻ്റെ ദൈവത്തിന് അസാധാരണമായ പ്രോജക്റ്റ് നിന്റെ കരത്തിലേക്ക് തരാൻ കഴിയും. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ചേർന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ഞാൻ ഇന്ന് പകൽ എൻ്റെ സഹോദരിമാരോട്, എൻ്റെ ആൻറ്റിമാരോട് ഞാനൊരു ദൂത് പറയാ. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്നെങ്കിൽ നിങ്ങളെ ദൈവം സാധാരണക്കാരാക്കുകയില്ല, അസാധാരണക്കാരാക്കൂ. എന്നെ കേൾക്കുന്ന പിതാക്കന്മാരെ, എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, ഞാൻ ഇന്ന് പകലിൽ ഒരു ദൂതാവർത്തിക്കുകയാ. നിങ്ങൾ സാധാരണ പ്രാർത്ഥനയ്ക്ക് ഇന്ന് പകൽ തയ്യാറാകരുത്. നെഹമ്യാവിനെ പോലെ അസാധാരണമായ ഒരു പ്രാർത്ഥനയ്ക്ക് ഇന്ന് പകൽ നിങ്ങൾ എഴുന്നേറ്റാൽ നിങ്ങളുടെ കയ്യിൽ ഈ രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച്, ആത്മലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് അതിബൃഹത്തായ, അതിവലിപ്പമുള്ള പ്രോജക്റ്റിനെ ഇന്ന് പകൽ എൻ്റെ ദൈവത്തിന് കൈമാറാൻ കഴിയും. സ്തോത്രം, സ്തോത്രം. ഞാൻ ഈ PMG ചർച്ചിനെ ഓർത്ത് സ്തോത്രം ചെയ്യുക. സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുതിയ പ്രോജക്റ്റ് വെളിപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രാർത്ഥനയുണ്ട്. ഇന്ന് പകലിൽ അവൻ ഒത്തിരി പ്രസ്ഥാനങ്ങൾ അവൻ തുടങ്ങിയതിൽ നിന്നും ആ ആത്മീക ദർശനത്തിൽ നിന്ന് പുറകോട്ട് പോയി കാണാം. പക്ഷെ ഇന്ന് പകൽ ഈ PMG ചർച്ച് ഒരു പടി കൂടെ മുന്നേറുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ രഹസ്യം പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയ്ക്കകത്ത് പ്രോജക്റ്റ് ഉണ്ട്. സ്തോത്രം. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? ദൈവം നിങ്ങളുടെ കയ്യിൽ ഒരു പ്രോജക്റ്റ് ഏൽപ്പിച്ചിരിക്കും. എന്താ ഇവിടെ കാണുന്നേ? തൻ്റെ അവസ്ഥ ഏറ്റവും നല്ല അവസ്ഥയാ. തൻ്റെ സമപ്രായക്കാർ അടിമത്തത്തിൽ കഴിയുമ്പോൾ തനിക്ക് അടിമത്തമില്ലാതെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കഴിക്കാനുണ്ട്, കുടിക്കാനുണ്ട്,
കിടക്കാനുണ്ട്, എല്ലാവിധമായ സൗകര്യമുണ്ട്. പക്ഷേ പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞവരുടെ കഥനകഥ കേട്ടപ്പോ തൻ്റെ നിലവാരം മറന്ന് താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. തൻ്റെ നിലവാരം മറന്ന് താൻ ഉപവസിക്കാൻ തുടങ്ങി. സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഇന്ന് പകൽ ദൈവാത്മാവിന് ശക്തമായി പറയുക, ഇതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുന്ന ചില ദൈവമക്കളെ ദൈവത്തിനൊന്ന് തൊടാൻ പദ്ധതിയുണ്ട്. നാളുകളായി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നാളുകളായി കർത്തൃദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നാളുകളായി കർത്തൃദാസന്മാരുടെ പ്രസ്ഥാനത്തിൻ്റെ ആമേൻ ആമേൻ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലർ ഇതിൻ്റെ അകത്തുണ്ട്. ദൈവാത്മാവ് നിങ്ങളെ നോക്കി പറയുക, ദൈവം നിങ്ങളെ തള്ളിക്കളയുന്നില്ല. നീ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ കർത്തൃദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ ഈ ദേശത്ത് ഒരു ഉണർവുണ്ടാകാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ ദൈവാത്മാവ് ആവർത്തിക്കുക, നിന്നെ കൈവിടുന്ന ദൈവം അല്ല, നിന്നെ കൊണ്ട് അസാധാരണമായ ചില കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ ദൈവത്തിന് ഈ പകൽക്കാലം പദ്ധതിയുണ്ട്. സ്തോത്രം. നോക്കിയേ, പ്രാർത്ഥന തുടങ്ങി. ചില ദിവസങ്ങൾ പ്രാർത്ഥന മുന്നോട്ട് പോയി. ഒറ്റ വിഷയം, നശിച്ചു പോകുന്ന അല്ലെങ്കിൽ വേദനിക്കുന്ന പ്രവാസത്തിൽ തെറ്റിയൊഴിഞ്ഞ സഹപ്രവർത്തകർ അല്ലെങ്കിൽ സഹോദരങ്ങൾ. 2, ആലയം. ഈ അനുഗ്രഹിക്കപ്പെടാൻ ഒത്തിരി കുറുക്കു വഴിയൊന്നുമില്ല. യഥാർത്ഥമായി കർത്താവിൻ്റെ വേലയെക്കുറിച്ചുള്ള ആഗ്രഹം ആരുടെയൊക്കെ അകത്ത് കയറിയിട്ടുണ്ടോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ നിങ്ങളുടെ പാസ്റ്ററോട് ചോദിച്ചേ, അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടിയല്ല കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി, ഓസ്ട്രേലിയക്ക് പോകാനും അല്ല കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങി. കർത്താവ് ദൈവമാണെന്നും തൻ്റെ വേല വിശ്വസ്തയോടെ ചെയ്യണമെന്ന് ഓർത്ത് ഇറങ്ങിയതുകൊണ്ട് ആ വേല വിശ്വസ്തയോടെ ചെയ്തപ്പോൾ കർത്താവ് ആ വിശ്വസ്തതയ്ക്കകത്ത് നിന്ന് അനുഗ്രഹിച്ച്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഇന്ന് പകലിൽ നമ്മുടെ മനോഭാവം മാറിയ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ കഴിയും. നിന്റെ മനോഭാവം മാറിയ ദൈവത്തിന് ഉയർത്താൻ കഴിയും. മനോഭാവം മാറിയാൽ ഇന്ന് പകലിൽ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് അസാധാരണമായ കാര്യങ്ങൾ എൻ്റെ ദൈവത്തിന് ചെയ്യാൻ കഴിയും. 1-ാം അധ്യായം പഠിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു നെഹമ്യ. നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന ഒരു 10 വർഷം മുമ്പുള്ള പ്രാർത്ഥനയേക്കാൾ വ്യത്യസ്തമായ പ്രാർത്ഥനയാണ്. ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നുണ്ട്, ഈ 2000, 2001, 2002, 2003 കാലഘട്ടങ്ങളിലൊക്കെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ദാസനോട് ചോദിച്ചു ഹെലിബറിയ ആണോന്ന്. ഞാൻ ഹെലിബറിയയിലൊക്കെ ഒത്തിരി ഇരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. അന്ന് ഈ TV ഒന്നും വലിയ പ്രചാരത്തിലുള്ള കാര്യമല്ല. TV ഉണ്ട്, വലിയ സംഭവമൊന്നുമല്ല. അന്ന് ആകപ്പാടെ ഉള്ളത് റേഡിയോയാണ്. ആ റേഡിയോയ്ക്കകത്തൊരു വാർത്ത രാവിലെ കേട്ടാലായി കേട്ടില്ലായി. അന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഇരുട്ടുന്നതാ, രാത്രിയായെന്നുള്ള അറിവ് അതുവരെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദിവസം പോകുന്നത് അറിയാതെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരു കാലഘട്ടം നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. പക്ഷെ ഇന്നത്തെ പ്രാർത്ഥന അങ്ങനെയാണോ? 10 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോൾ 5 പ്രാവശ്യം മൊബൈലിലേക്ക് നോക്കും, 2 പ്രാവശ്യം വാട്സാപ്പിലേക്ക് നോക്കും, ഇതിലൊരു പ്രാവശ്യമെങ്കിലും ഏതേലും കോളിന് മറുപടിയും കൊടുക്കും. കൈവക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം പറഞ്ഞൊരു സംഭവമാണ്. ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി താനും തൻ്റെ പെങ്ങളും പ്രാർത്ഥിക്കാനിരുന്നു. ഇന്ന് കർത്താവിൽ അറിയപ്പെടുന്നൊരു മനുഷ്യനാ. ഒരു പ്രത്യേക വിഷയമാണ്. സന്ധ്യാപ്രാർത്ഥന 6 മണിക്ക് തുടങ്ങി. പ്രാർത്ഥന പരിശുദ്ധാത്മ ശക്തി ഇറങ്ങി. 12 1 മണിയായതോ 2 മണിയായതോ അറിഞ്ഞില്ല. നേരം വെളുത്തപ്പോഴേ അറിഞ്ഞേ സമയം മുന്നോട്ട് പോയി. അന്ന് നിയന്ത്രിക്കാൻ ക്ലോക്കോ ഫോണോ TV ചാനലുകളോ ഇല്ല. അന്ന് വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ അവരെ തന്നെ അവരർപ്പിക്കുവാനിടയായി. സ്തോത്രം.
ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നൊരു ദൂതിതാണ്. സ്തോത്രം, സ്തോത്രം. അകാരണമായി പ്രാർത്ഥിക്കുവാനിരിക്കുന്നു എന്ന് പറഞ്ഞാലും അകാരണമായി ലോകൈകമായ ചില ബിസിയിലേക്ക് ഞാനും നിങ്ങളും പോകുകയാണ്. ഇന്ന് പകൽക്കാലം അകാരണമായ നിന്റെ ജീവിതത്തിന്റെ നിലവാരത്തെ ഈ പകലിൽ എൻ്റെ ദൈവത്തിന് ഒന്ന് മാറ്റാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥന. 1-ാം അധ്യായത്തിൽ പ്രാർത്ഥന. 2-ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ താൻ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഫലം കാണുക. വായിച്ചു 2-ാം അധ്യായം 1 മുതലുള്ള വാക്യം. അർത്ഥകശിഷ്ട രാജാവിൻ്റെ നിന്റെ മുഖം പാടിയിരിക്കുന്നത് എന്ത്? മതി. 1-ാം അധ്യായത്തിൽ പ്രാർത്ഥിച്ചു. ആലയത്തെക്കുറിച്ചുള്ള എരിവ്, ആത്മാക്കളെ കുറിച്ചുള്ള എരിവ് അകത്ത് കിടന്നപ്പം അത് മുഖത്ത് പ്രതിഫലിച്ചു. സ്തോത്രം പറയണേ. നിന്റെ മുഖത്ത് ആത്മഭാരം വെളിപ്പെട്ട് വരണം. സ്തോത്രം, സ്തോത്രം. അകത്തെ വിഷമം മുഖത്ത് കണ്ടപ്പോൾ രാജാവ് ചോദിച്ചു, ഇത് ധീരമൊന്നുമല്ല, ഹൃദയത്തിൻ്റെ അകത്തെ വ്യസനമാണ്. ഇവനൊരു വിഷയമൊന്നും പറയേണ്ടി വന്നില്ല. പക്ഷെ ഇവൻ്റെ മുഖം കണ്ടപ്പോൾ രാജാവ് ഇവന് വേണ്ടിയുള്ളത് അനുവദിച്ചു കൊടുത്തു. സ്തോത്രം, സ്തോത്രം. ദൈവാത്മാവ് ഇന്ന് പകൽ ഒരു ദൂത് കൈമാറുക. നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, നീ നിൽക്കുന്ന മേഖലകളിൽ എല്ലാം നിനക്ക് പ്രതികൂലമാണെങ്കിലും പ്രാർത്ഥിക്കുന്ന നിന്നോട് നിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ച് നിനക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന കാലത്ത് നിലവാരത്തിൽ ദൈവം നിനക്ക് വേണ്ടി ഒരത്ഭുതം ഇന്ന് പകൽക്കാലം ചെയ്യാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നെഹമ്യാവിന്റെ ചരിത്രത്തെ ഊന്നി ആരോടൊക്കെയോ ദൂത് പറയുകയോ. നിന്റെ ജീവിതത്തിന്റെ അകത്ത് ആമേൻ, ആമേൻ, വഴിയടയപ്പെട്ട മേഖലകൾ ഏറെ ഉണ്ടെങ്കിലും നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ രാജാവ് നിന്റെ ഹൃദയത്തിലെ വ്യസനമറിഞ്ഞ് നിനക്ക് അനുകൂലമായി ചില കാര്യങ്ങൾ അനുവദിക്കുന്ന ദിനങ്ങളോ ഇന്ന് പകലെന്ന് ശക്തമായി പരിശുദ്ധാത്മാവ് ചിലരോട് ദൂത് പറയുക. വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് ഏറ്റെടുത്തോട്ടെ. കുടവന, ശമ്പര, ജഗൽക്കമന, എല്ലാ കരങ്ങളും അടിച്ച് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൂത് ആവർത്തിക്കുന്നു. അകത്തെ റൂമിൽ നീ പ്രാർത്ഥിച്ചാൽ പുറത്തു നിൽക്കുന്ന രാജാവിന് നിന്റെ യാത്രയെ തടയാൻ കഴിയത്തില്ല. പുറത്തു നിൽക്കുന്ന രാജാവിന് നിന്റെ വഴിയടയ്ക്കാൻ കഴിയത്തില്ല. പുറത്തു നിൽക്കുന്ന രാജാക്കന്മാർക്ക് നിന്നെ കൊണ്ടുള്ള ഉണർവിനെ ഈ പകൽ തടയാൻ കഴിയത്തില്ല. സ്തോത്രം, സ്തോത്രം. അവിടെ പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ നിയമത്തിനോ വ്യവസ്ഥിതികൾക്കോ വഴിയടയ്ക്കാൻ കഴിയത്തില്ല. സ്തോത്രം, 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 സ്തോത്രം. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? കർത്താവിനോട് ആത്മാവിൽ പറഞ്ഞൊരു ദൂത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാ. നീ അകത്തെ റൂമിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ പുറത്ത് നീ വരുമ്പോൾ എല്ലാം പ്രതികൂലമാണെങ്കിലും ദൈവത്തിൻ്റെ കരം നിന്റെ മുമ്പിൽ സകലത്തെയും ഇന്ന് പകൽക്കാലം അനുകൂലമാക്കി മാറ്റുക. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നെഹമ്യാവ് ഈ രാജാവിൻ്റെ മുമ്പിൽ നിന്ന് പോകുമ്പോൾ പറയുന്നൊരു വാക്യമുണ്ട്. അതിൻ്റെ 8-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഒന്ന് വായിച്ചാട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ ദയയുള്ള കൈ ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായി. ഒന്ന്, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവത്തിൻ്റെ ദയയുള്ള കൈ അനുകൂലമാകുക. ഒരു സ്തോത്രം പറയണേ, ഒരു നല്ല സ്തോത്രം പറയണേ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ദൈവത്തിൻ്റെ പ്രതികൂല കരം നമുക്കറിയാം. പക്ഷെ ഇവിടെ പറയുക ദൈവത്തിൻ്റെ അനുകൂല കരം. സ്തോത്രം, സ്തോത്രം. കർത്താവിനോട് പറഞ്ഞു അദ്ഭുതം ഇങ്ങനെയാണ്, പ്രാർത്ഥിക്കുന്നവന് എല്ലാ കാലത്തും ദൈവത്തിൻ്റെ കരം അനുകൂലമാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് കുടുംബക്കാരുടെ കരം ഒരുപക്ഷെ പ്രതികൂലമാകാം.
ആമേൻ. സഹോദരങ്ങളുടെ കരം ഒരുപക്ഷെ പ്രതികൂലമാകാം, ദേശത്തിന്റെ കരം പ്രതികൂലമാകാം. പക്ഷെ നീ പ്രാർത്ഥിക്കുന്നവനെങ്കിൽ ദൈവാത്മാവ് ഇന്ന് പകൽ ദൂതാവർത്തിക്കുക. ദൈവത്തിന്റെ ദയുള്ള കരം നിനക്ക് അനുകൂലമായി ഇന്ന് പകൽക്കാലം വെളിപ്പെടാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ആവർത്തിക്കുക. നിന്റെ കുടുംബത്തിന്റെ അകത്ത് ദൈവത്തിന്റെ അനുകൂലത്തിന്റെ കരം, ദയയുടെ കരം ഈ പകൽക്കാലം വെളിപ്പെടുവാൻ പോവുകയാണ്. നിന്റെ പിതാവിന്റെ കരം ദയയില്ലാതെ പോയെങ്കിൽ, നിന്റെ സഹോദരങ്ങളുടെ കരം നിന്റെ മുമ്പിൽ ദയയില്ലാതെ പോയെങ്കിൽ, ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി സർവശക്തനായ ദൈവത്തിന്റെ കരം ദയയോടൊപ്പം അനുകൂലമായി ഈ പകലിൽ നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരികയാണ്. നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. നിന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി ഈ പകലിൽ വെളിപ്പെട്ടു വരികയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് അന്യ ഭാഷകളിൽ ചില മിനിറ്റുകൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഉടവന ശന്തരജാന റിക്കമനാഥ വൈഡവനാഥ അൽക്കാമാന റീബാബാബ ഷൈഡാജാന വേദാരാധ അൽക്കമനാഥല വൈഡവനാഥല റിക്കമനാഥല ചൂടവന അർക്കമനാഥല വൈഷമനാഥല. എല്ലാ കരങ്ങളും അടിച്ച് ഇന്ന് പകലിൽ നിന്റെ ദേശത്ത് നിനക്ക് ചില പ്രതികൂലങ്ങളുണ്ട്. നിന്റെ കുടുംബത്തിന്റെ അകത്ത് ചില പ്രതികൂല ഘടകങ്ങളുണ്ട്. നിന്റെ ജോലി സ്ഥലത്ത് ചില പ്രതികൂല ഘടകങ്ങളുണ്ട്. നിന്റെ ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരുത്താൻ നോക്കുന്ന ചില പ്രതികൂല ഘടകങ്ങളുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കുന്ന നിനക്ക് അനുകൂലമായി ആ ദൈവത്തിന്റെ ദയുള്ള കരം ഈ പകൽ അനുകൂലമായി വെളിപ്പെട്ടു വരികയാണ്. കരങ്ങൾ അടിച്ചു പ്രാപിച്ചോ. ഷുഡബലകരകട ഹത്തലരകദല അർമ്മക്കരാജകൽക്കരേ വേദക്കടകസി. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് തൻ്റെ ദാസിയെ നോക്കി ദൂത് പറയുകയാ. അടനാരകംതനാജകൽക്കവന ദൈവത്തിൻ്റെ ദയുള്ള കരം ഇന്ന് പകലിൽ നിനക്ക് അനുകൂലമായി ഒന്ന് വെളിപ്പെടുന്ന ഒരു നിലവാരം പരിശുദ്ധാത്മാവ് കാലത്ത് ശത്രു അടച്ച് അതിൻ്റെ മുമ്പിൽ ജയഘോഷം മുഴക്കിയെങ്കിൽ ഇന്ന് പകലിൽ ദൈവാത്മാവ് പറയുക, പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ ദൈവത്തിന്റെ അനുകൂലകരം അവൻ ഇറങ്ങി ചില തടസ്സങ്ങളെ പകർത്ത് ഒരു മുന്നോട്ടുള്ള ഗമനത്തെ ഈ പകലിൽ നിന്റെ ഭവനത്തിന്റെ മേൽ ആത്മാവ് ചെയ്തെടുക്കുന്നെന്ന് ശക്തമായി ദൂത് പറയുന്നു. സുഡബലകരകട ഹൽക്കരാ ജഗൽക്കരാ ജഗൽക്കരാ ജഗൽക്കരാധന തനാര മൽക്കമാന വേദരാധ. എല്ലാവരും കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അടകന ശന്തർക്കവന ഇന്ന് പകലിൽ ദൈവത്തിന്റെ ദയുള്ള കരം പ്രാർത്ഥിക്കുന്ന ഈ മകളുടെ ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരട്ടെ. അടകാലകൽക്കവന നാളിതുവരെ ഒരു കെട്ടിയടക്കപ്പെട്ടതുപോലെ വെളിപ്പെടേണ്ടതിനെ ഒതുക്കിയ അന്ധകാര മണ്ഡലങ്ങൾ ഈ പ്രാർത്ഥനയ്ക്കകത്ത് പകർന്നു മാറട്ടെ. ഹല്ലേലൂയ. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവാത്മാവിനോട് ശക്തമായി പറയാ, ആമേൻ ആമേൻ. കുടുംബങ്ങൾക്കിടയിൽ, സഹോദരങ്ങൾക്കിടയിൽ അർഹിക്കപ്പെട്ട പരിഗണന കിട്ടാതെ ആമേൻ ത്യജിക്കപ്പെട്ട ചിലത് ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. അവരുടെ കരമൊക്കെ നിനക്ക് പ്രതികൂലമായിരുന്നു. പക്ഷേ ഈ പ്രാർത്ഥന കുടുംബപരമായ മണ്ഡലത്തിൽ പ്രതികൂലമായി നിൽക്കുന്ന ചിലതിനെ ഒതുക്കാൻ കാരണമാകുമെന്ന് ദൈവാത്മാവ് ഈ പകൽ ദൂത് പറയുകയാ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഞാൻ എപ്പോഴും പറയുന്നൊരു പദം ഇവിടെ ആവർത്തിക്കാം. ലോകം നിനക്ക് പ്രതികൂലമായി നിൽക്കുമ്പോൾ ഓർത്തോണം, ദൈവം നിനക്ക് അനുകൂലമാണെന്ന് തെളിവാ ലോകത്തിന്റെ പ്രതികൂലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞൊരു 6 മാസമായിട്ട് ഒരു അസാധാരണമായ നിലവാരത്തിൽ പ്രതികൂലത്തിലൂടെ പോകുന്നൊരു വ്യക്തിയാണ്. വേറൊന്നുമല്ല, രക്തബന്ധങ്ങളുടെ ഇടയിൽ നിന്നുള്ള വിഷയങ്ങൾ. ഞാനൊരു ശുശ്രൂഷകനായതുകൊണ്ട് എന്നെ ഒതുക്കാൻ, സാധാരണഗതിയിൽ മറ്റുള്ളവരാ കാര്യങ്ങൾ ചെയ്യുന്നത്, പക്ഷേ എന്നെയും എൻ്റെ അനുജനെയും എൻ്റെ പിതാവിനെയും, ഞങ്ങൾ 3 പേര് ശുശ്രൂഷകന്മാരാ, ഞങ്ങളെ ഒതുക്കാൻ ഒത്തിരി നിലവാരത്തിൽ ക്രിയകൾ ചെയ്യുന്ന ഒരു അനുഭവത്തിൻ്റെ അകത്ത് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ലോകം എപ്പോഴൊക്കെ പ്രതികൂലമായിട്ടുണ്ടോ അപ്പോഴൊക്കെ ദൈവമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ഒരു പടി കൂടെ കടന്നു പറഞ്ഞാൽ, ലോകം എപ്പോഴൊക്കെ ദൈവമക്കൾക്ക് പ്രതികൂലമായിട്ടുണ്ടോ അപ്പോഴൊക്കെ കർത്താവ് സർവശക്തനാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ഈ PMG ചർച്ചിന് വേണ്ടി ദൈവം ആ നിലവാരത്തിൽ നിന്ന് ഇറങ്ങാൻ പോവാ. ഇതിൻ്റെ അകത്തുള്ള ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ദൈവമാണെന്നുള്ള നിലവാരത്തിൽ, ചിലർക്ക് ബോധ്യമാകേണ്ട നിലവാരത്തിൽ ദൈവം ഈ പകലൊന്ന് ഇറങ്ങാൻ പോവുകയാണെന്ന് ശക്തമായി തന്റെ കുഞ്ഞുങ്ങളെ നോക്കി ദൈവാത്മാവ് ദൂത് പറയുകയാണ്. കരങ്ങൾ അടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യൂ. പോരാ പോരാ പോരാ. ഉടവരാജല ഹർത്തലരാജല ഹംദലരഗദല അർത്തുലരാജല ഉടവ രഗന രഗല 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 സന്തല ജാന ഉടാ ബാബ റിക്ക ബാബ ഷൈഡാ രാജ അൽക്കാമാന കുടവല അർക്കന ജഗൽക്കമന. എല്ലാ കരങ്ങളും ചില മിനിറ്റുകൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞോട്ടെ. ഏതൊക്കെയോ മണ്ഡലത്തിൽ സഭയുടെ പരാജയത്തെ കൊതിക്കുന്ന, ഏതൊക്കെയോ മണ്ഡലത്തിൽ ദൈവമക്കളുടെ പരാജയത്തെ കൊതിക്കുന്ന, ഏതൊക്കെയോ മണ്ഡലത്തിൽ ശുശ്രൂഷകൾക്ക് ആക്ഷേപം വരുത്തുവാൻ, ശുശ്രൂഷകൾക്ക് ആക്ഷേപം വരുത്തുവാൻ മറഞ്ഞിരുന്ന് വെല്ലുവിളിക്കുന്ന അന്ധകാര ശക്തികൾ ഇന്ന് പകൽക്കാലമുണ്ട്. യേശുവിന്റെ നാമത്തിൽ അതിന്റെ ശക്തി തകർന്നു മാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ സഭയുടെ മേൽ, ദൈവജനത്തിന്റെ മേൽ ആ ജയം ഇറങ്ങി വരികയാണ്. കരങ്ങൾ അടിച്ചു പ്രാപിച്ചു. ഇന്ന് പകൽ സഭ ജയത്തിലേക്ക് കയറുന്ന പകലാ. ഈ പകൽ ദൈവമക്കൾ ജയത്തിലേക്ക് കയറുന്ന പകലാ. ഈ പകലിൽ നിന്റെ കുടുംബം ഒരു ജയത്തിലേക്ക് കയറി പോകുന്ന പകലാ. കരങ്ങൾ അടിച്ചു പ്രാപിക്കട്ടെ. സ്തോത്രം പറ. ആമേൻ, ആമേൻ. ഇങ്ങനെ പറയുന്നതിൽ ഒന്നും ഓർക്കരുത്. വിശ്വാസത്തില വിശ്വാസത്തില എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവരെപ്പോഴും പോരാട്ടം എന്നുണ്ട്. ഇവർക്കൊക്കെയാ പോരാട്ടം, ഞങ്ങൾക്ക് വലിയ വിഷയമൊന്നും. എൻ്റെ കുഞ്ഞ വേറെ വിഷയമൊന്നുമല്ല. നീനൊക്കെ പ്രാർത്ഥിക്കാത്ത കൊണ്ടാണ് ഈ വിഷയമൊന്നും ഇല്ലാത്ത. നീ യഥാർത്ഥമായൊരു ആത്മീകനായി പ്രാർത്ഥനയിലൂടെ കയറിയ നിനക്ക് പ്രതിയോഗി വരാം. പക്ഷേ പ്രതിയോഗിയുടെ മുമ്പിൽ തോൽക്കുമാറാക്കുന്ന ദൈവമല്ല. എൻ്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്താൻ കഴിയുന്നൊരു ദൈവം ഇതിൻ്റെ അകത്തുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ കരം അനുകൂലം. ദൈവകരം എപ്പോൾ അനുകൂലമാകുമോ അപ്പോഴാ പ്രതിയോഗി ഓരോന്നായി എഴുന്നേൽക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. എൻ്റെ ബ്രദർ ഈ കഴിഞ്ഞ കൺവെൻഷൻ, ഞങ്ങളുടെ കൺവെൻഷൻ കഴിഞ്ഞ വെള്ളി ശനി ഞായർ കഴിഞ്ഞതേ ഉള്ളൂ. എൻ്റെ ഫാമിലിയിൽ വേണ്ടപ്പെട്ടവർ വഴിയിൽ വ്യക്തികളെ തടയും, പ്രാസംഗികരെ തടയും, സാമുദായിക സംഘടനകളെ കൊണ്ട് മീറ്റിംഗ് തടയും എന്നൊക്കെ പറഞ്ഞ് അവർ വളരെ പ്രശ്നങ്ങളുണ്ടാക്കി. എൻ്റെ ബ്രദർ ഡൽഹിയിൽ, അവൻ കൺവെൻഷൻ വന്നിട്ട് കഴിഞ്ഞ ദിവസം പോയത്. അവനോട് പറഞ്ഞൊരു കാര്യം, ഒന്നേ നമ്മൾ ഉറയ്ക്കും, അല്ലേ അവരവിടുന്ന് പോകും. രണ്ടിലൊന്ന് കർത്താവ് ചെയ്യും. ഒരു സ്തോത്രം പറയണേ. ഒന്നേ നമ്മൾ ഉറയ്ക്കും, അല്ലെങ്കിൽ അവരവിടുന്ന് പോകും. ഞാൻ ഈ പദം അങ്ങ് ഏറ്റെടുത്തു. ഒരു ദൈവദൂത് പോലെ എനിക്ക് തോന്നി. അല്ല, ദൈവദൂത് തന്നെ. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ഈ ദേശത്ത് നിൽക്കുന്ന നിന്റെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ തകർച്ച എൻ്റെ ഒപ്പമുള്ള യൗവനക്കാരുടെ തകർച്ചയാണ്. എൻ്റെ തകർച്ച എന്നെ ശുശ്രൂഷ ഏൽപ്പിച്ച എൻ്റെ കർത്താവിൻ്റെ തകർച്ചയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ തകരപ്പെടാതിരിക്കാൻ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തേ പറ്റത്തുള്ളൂ. ബൈബിളൊരു വാക്യമുണ്ടല്ലോ, ദൈവം പകയൻ്റെയും എതിരുടെയും വായടച്ചു. ദൈവം വായടയ്ക്കുക തന്നെ ചെയ്യിച്ചു. ഞാൻ ആ ഭാഗം വിടട്ടെ. ദൈവത്തിൻ്റെ കരം അനുകൂലമായി താൻ യെരൂശലേമിലേക്ക് വന്നു. പണി ആരംഭിക്കുകയാ. ഈ പണി ആരംഭിക്കുന്നതിന് മുമ്പ് താൻ എല്ലായിടത്തും ഉറ്റുനോക്കി. വന്നപ്പോൾ ഒരു 3 ശാക്തിക ചേരികൾ ഭക്തനെതിരെ വെളിപ്പെട്ട് വരികയാണ്. ഒരുവന്റെ പേര് സൻബല്ലത്ത്, മറ്റൊരുവന്റെ പേര് തോബിയാവ്, മറ്റൊരുവന്റെ പേര് ആമൻ ഗേശം. ഒരുവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവന് ഒരു പ്രതിയോഗിയല്ല, ഒന്നിലധികം പ്രതിയോഗിയാണ്. സ്തോത്രം പറയണേ. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ ഒന്നും നിങ്ങൾ ഓർക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വരിക. സഭയുടെ പേര് പറയുന്നില്ല.
അവിടെ ചെന്നപ്പോൾ ദൈവാത്മാവ് വെളിപ്പെടുത്തിയ ഒരു വെളിപ്പാടിതാ. ഒരു സഭയെ തകർക്കാൻ 12 ജാതികളിൽ നിന്നുള്ള ജാതീയ ആഭിചാരകന്മാർ ഒരുമിച്ച് ആമേൻ ആമേൻ അതിനെ ഒതുക്കാൻ നോക്കി. പക്ഷേ അവന്മാരൊതുങ്ങിയതല്ലാതെ സഭ ഒതുങ്ങിയില്ല. സ്വോത്രം സ്വോത്രം സ്വോത്രം. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരു പദം കൂടെ കടന്ന് പറയാം. ആമേൻ ആമേൻ. ഐക്യതയില്ലാത്തത് ദൈവമക്കൾക്കാ. ആമേൻ. പലപ്പോഴും ശത്രുവിന് ഭയങ്കര ഐക്യതയാ. സ്വോത്ര 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 സ്വോത്ര. 12 ജാതീയ നിലവാരത്തിൽ നിന്നുള്ള 12 ആവിചാരകന്മാർ ഒരുമിച്ച് ഒന്നിനെ തകർക്കാൻ കോപ്പുകൊട്ടിയപ്പോൾ അതിൻ്റെ മധ്യത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവസഭ എഴുന്നേറ്റപ്പോൾ 12 നിലവാരത്തിൽ വെളിപ്പെട്ട ശക്തിയെ കർത്താവ് ഇറങ്ങി മുടിച്ചു കളഞ്ഞു. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർത്തോ, പ്രാർത്ഥിക്കുന്ന സ്തോത്രം സ്തോത്രം നെഹമ്യാവിനെതിരെ 3 പേർ എഴുന്നേറ്റിരിക്കുക. ഒരുവൻ്റെ പേര് സൻബല്ലത്ത്, മറ്റൊരുവൻ്റെ പേര് തോബിയാവ്, ഒരുത്തൻ്റെ പേര് ഗേഷേമ്. ഒന്ന് വായിച്ചാട്ടെ ആ വാക്യം. നമുക്കൊന്ന് ഒന്ന് വായിക്കാം. എൻ്റെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. ആ അരേമനായ ഗേശേമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചു, നിന്ദിച്ചു. അടുത്ത വാക്യം. ആ നിങ്ങൾ രാജാവിനോട് മത്സരിപ്പാൻ ഭാവിക്കുന്നുവോ? നമ്മൾ ഏത് കാര്യം ചെയ്താലും ആൾക്കാർ പറയുന്നത് നിയമവ്യവസ്ഥയോട് മത്സരിക്കുകയെന്ന. ഒരു സ്തോത്രം പറഞ്ഞേ, ഒരു നല്ല സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇത് തന്നെയാ ദൈവകൃപ. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ ഇപ്പൊ പറയാം, ആരും പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമോ? യോഗം നടത്തരുതെന്ന് പറഞ്ഞാൽ നടത്താതിരിക്കുമോ? നടത്തും. കാരണം എന്നാ? ഇവിടുത്തെ നിയമത്തെക്കാൾ വലിയ നിയമമാണ് നമ്മുടെ കയ്യിലുള്ളേ. ഇവിടുത്തെ നിയമം മാനുഷികമാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന നിയമം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായ നിയമമാണ്. ഈ നിയമമുള്ളവൻ ഒരുപക്ഷെ എന്തേലും ചെയ്താൽ രാജാവിനെതിരെയുള്ള മത്സരമായി തോന്നാം. മനസ്സിലായോ? ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ, ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തേ. അല്പം കൂടെ കടന്നു പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവൻ രാജകീയ നിയമത്തിന് അധീനനാ, അതിന് മേലെയാ. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലായി? എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലായി? ഞാൻ ഇന്ന് പകൽ ഒരു ദൂത് കൂടെ ആവർത്തിക്കുക. പ്രാർത്ഥിക്കുന്ന നീ ഈ ഭൂമിയിലെ നിയമമൊക്കെ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ ഇതിനേക്കാളും വലുത് സ്വർഗീയ നിയമമാണ്. ആ നിയമത്തിൻ്റെ അകത്ത് ഇന്ന് പകൽക്കാലം നിനക്കൊരു ജയമുണ്ട്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എല്ലാ ഭരണഘടന പ്രകാരമുള്ള കാര്യം ഞാൻ അനുസരിക്കും. പക്ഷെ ദൈവവൈദ്യൻ എന്ന നിലവാരത്തിൽ തിരുവചനം പറയുന്നതിനെല്ലാം ഞാൻ അനുസരിക്കും. സ്തോത്രം പറയാമോ? രാജാവിനോട് മത്സരിക്കാൻ പോകുന്നു എന്ന് ചോദിച്ച് അവരെ പരിഹസിച്ചു. സ്തോത്രം. ഞാൻ എപ്പോഴും പറഞ്ഞൊരു ചിന്ത, ഒരാൾ പരിഹസിച്ചാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് ഇറങ്ങാനോ നിൽക്കാനോ ഒന്നും തോന്നത്തില്ല, അല്ലേ? ആണോ? നമ്മളെക്കുറിച്ച് ഒരു 10 പേര് കൂട്ടം കൂടി ഒന്ന് പറഞ്ഞ് ചിരിക്കുവോ? ഇല്ലാത്തൊരു വിഷയമാണെന്നിരിക്കട്ടെ, അവരുടെ മുമ്പിലൂടെ കടന്നു പോകാൻ നിങ്ങൾക്ക് കഴിയുമോ? അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, പിശാച് എല്ലാ കാലത്തും ഉപയോഗിക്കുന്ന ഒരു ആയുധം പരിഹാസമാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയാ, പരിഹാസികളുടെ പല്ലിനെ തകർക്കുന്നൊരു ദൈവമുണ്ട്. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ, ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ മനസ്സിലാകും. അവരെ പരിഹസിച്ചു, നിങ്ങൾ ഇത് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് അവരെ കുറ്റപ്പെടുത്തിയപ്പോൾ, ആമേൻ, അവരെ പരിഹസിച്ചപ്പോൾ നെഹമ്യാവ് എന്നിട്ട് പറയാ, ആകയാൽ അവൻ്റെ ദാസന്മാരായി ഞങ്ങൾ
എഴുന്നേറ്റ് പണിയും. നമ്മൾ നിന്ദാപാത്രരായി തീരാതിരിക്കേണ്ടതിന്, നമ്മൾ നിന്ദിതരായി തീരാതിരിക്കേണ്ടതിന് നമുക്ക് എഴുന്നേറ്റ് പണിയാം. എന്തുകൊണ്ടാണ് നമ്മൾ പണി ആരംഭിച്ച്? നമ്മുടെ നിന്ദ മാറാനുള്ള പണിയാണിത്. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിൽ ദൈവം കൊടുക്കുന്ന പ്രോജക്റ്റ് നിന്ദക്കകത്ത് നിന്ന് നിന്ദയിലേക്ക് പോകുകയല്ല, മറിച്ച് നിന്ദ മാറ്റുന്ന ഒരു പണിയെ ഇന്ന് പകൽ എൻ്റെ ദൈവം നിന്റെ കരത്തിലേക്ക് നൽകിയിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇനിയും നാം നിന്ദാപാത്രമായി തീരാതിരിക്കേണ്ടതിന് നമുക്ക് എഴുന്നേറ്റ് പണിയാമെന്ന് നെഹമ്യാവ് പറഞ്ഞതിന്റെ അർത്ഥം, നീ പണിയാതിരിക്കുന്നവർ നീ നിന്ദിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നീ പണിയാതിരിക്കുന്നവർ നിന്ന വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നീ എഴുന്നേറ്റ് പണിതാൽ നിന്റെ നിന്ന ഈ പകൽക്കാലം മാറുകയാണ്. കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യ. എല്ലാ കരങ്ങളും അടിച്ച് ദൈവത്തിന് നന്ദി പറയ. സഹോദര സഹോദരി, ഇന്ന് പകൽ ഈ പണിയോടുള്ള ബന്ധത്തിൽ നിനക്കൊരു നിന്ന വന്നാൽ ഇത് തീരാനല്ല, മറിച്ച് ഈ നിന്ന മാറാൻ ഈ പണിക്കകത്തൊരു പൂർത്തീകരണമുണ്ട്. ഈ നിന്ന മാറാൻ ഈ പണിക്കകത്തൊരു പൂർത്തീകരണം ഇന്ന് പകലിൽ എൻ്റെ ദൈവം ചെയ്യുകയാണ്. കുടവല ഹത്തല രഗതല ഹന്തല രഗതല. എല്ലാ കരങ്ങളും പഠിച്ച അന്യഭാഷകളിൽ ചില മിനിറ്റുകൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇനിയും നാം നിന്ദാപാത്രമായി തീരാതിരിക്കേണ്ടതിന് എഴുന്നേറ്റ് പണിയുക. അതിന്റെ അർത്ഥം നീ പണിയാതിരുന്നാലും നിന്നയാണ്, പണിതാലും നിന്നയാണ്. പണിക്കൊരു പൂർത്തി വെളിപ്പെട്ടാൽ നിന്റെ നിന്ദ മാറിയിരിക്കും. സ്തോത്രം. നെഹമ്യാ പറയാം, നമ്മള് നിന്ദാപാത്രമായി തീരാതിരിക്കേണ്ടതിന് എഴുന്നേറ്റ് പണിയണം. അപ്പം ഈ പണി തുടങ്ങിയാലും നിന്നാലും നിന്നയാ, പൂർത്തീകരിക്കപ്പെട്ട നിന്ന മാറും. സ്തോത്രം പറയണേ. അപ്പൊ ദൈവം നിന്റെ കയ്യിൽ പ്രാർത്ഥനയ്ക്കകത്ത് ഏൽപ്പിക്കുന്ന പ്രോജക്റ്റ് പൂർത്തീകരണം ഉള്ളതാ. അത് പൂർത്തിയാകാതിരിക്കാൻ പിശാച് ചിലപ്പം നിന്ദിക്കാൻ വ്യക്തികളെ എഴുന്നേൽപ്പിക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അടുത്ത ഭാഗത്തേക്ക് വേഗത്തിൽ ഓടി വരാം. 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് ഓടി വരാം. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചോട്ടെ. അവൻ കോപവും മഹാരോഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ഞാൻ ഇതിനകത്ത് ചെറിയ സാധനങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് തന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരെയാ നിന്ദിച്ചേ? യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി. എന്താണ് ഒന്ന് പറഞ്ഞേ? ആരെയാ നിന്ദിച്ചേ ഇവര്? യഹൂദന്മാരെ. എങ്ങനെ? ഒന്നുകൂടെ ആ പദം എടുത്തു വായിച്ചേ. അടുത്ത വാക്യം നോക്കിക്കേ. ഒന്ന്, ഈ ദുർബലന്മാരായ യഹൂദന്മാർ. മതി. ആരാധിക്കുന്നവനെ നോക്കി ശത്രു പറയുന്നൊരു പേര് ദുർബലൻ. സ്തോത്രം പറ. ഹല്ലേലൂയ. ഞാനൊരു പദം പറയാം. തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും ബലമുള്ളത് ആരാധിക്കുന്നവരാ. ഈ ആരാധിക്കുന്നവനെ കൊച്ചാക്കി കാണിക്കാന് ശത്രു എല്ലാ കാലത്തും ശ്രമിക്കുന്നേ. നിന്റെ കുടുംബത്തിൽ നീ വിശ്വാസി വന്നതല്ലേ, നിന്റെ സഹോദരങ്ങൾ വിശ്വാസത്തിലല്ല, അവരെല്ലാ കാലത്തും നിന്നെ കൊച്ചാക്കി കാണിക്കാനാ നോക്കുന്നത്. നിന്റെ ആരാധനയുടെ പേര് പറഞ്ഞ്, നിന്റെ അന്യഭാഷയുടെ പേര് പറഞ്ഞ്, നിന്റെ ചാട്ടത്തിന്റെ പേര് പറഞ്ഞ്, നിന്റെ തുള്ളലിന്റെ പേര് പറഞ്ഞ് നിന്നെ കൊച്ചാക്കി കാണിക്കാൻ എല്ലാ കാലത്ത് എല്ലാവരും നോക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് പറയാ, നിന്നെ ദുർബലൻ എന്ന് പറയുന്നവരുടെ മുമ്പിൽ നീ ദുർബലനല്ലെന്ന് തെളിയിക്കേണ്ട കടമ കർത്താവിന്. സ്തോത്ര 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 സ്തോത്ര. എത്ര പേർക്ക് മനസ്സിലായി ഇത്? ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ ദുർബലന്മാരായ യഹൂദന്മാർ, എങ്ങനെയാ പറഞ്ഞിരിക്കുന്നേ? ദുർബലന്മാരായ യഹൂദന്മാർ. ഒരിക്കൽ യുദ്ധത്തിന് സമയമായപ്പോ കർത്താവ് പറഞ്ഞു, യഹൂദ മുമ്പിൽ പോകട്ടെ.
സ്തോത്ര. യഹോശാഫാത്തിന്റെ കാലത്ത് പ്രതിസന്ധി വന്നപ്പോൾ അവൻ ആരാധനക്കാരെയാക്കി. ബൈബിൾ പറയുക, ആരാധിച്ചു തുടങ്ങിയപ്പോ ദൈവം ശത്രുവിനെ പതിയിരിപ്പുകാരെ വരുത്തി മുടിച്ചു കളഞ്ഞു, തകർത്തു കളഞ്ഞു. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇന്ന് പകലിൽ നീ ദുർബലനെന്ന് നിന്നെ നോക്കി ആരേലും പറഞ്ഞാൽ നീ അതിന് മറുപടി പറയണ്ട. നിന്റെ ആരാധന അതിന് മറുപടി പറയണം. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഈ സഭയെ നോക്കി ദൂത് പറയുക, നിന്റെ ആത്മീയതയെ കണ്ടിട്ട്, നിന്റെ അന്യഭാഷയെ കണ്ടിട്ട്, നിന്റെ ചാട്ടത്തെയും തുള്ളലിനെയും കണ്ടിട്ട് ലോകം പറയൂ നീ ദുർബലനാ. നോ, ഇന്ന് പകൽ കർത്താവ് പറയുക, നീ ബലവാനാണെന്ന്. നിന്റെ ആരാധനയുടെ റിസൾട്ട് നിന്റെ ശത്രുവിന് ബോധ്യമാകത്തക്ക നിലയിൽ ഇന്ന് പകലിൽ എൻ്റെ ദൈവത്തിനൊരു പ്രവൃത്തിയുണ്ട്, എൻ്റെ കർത്താവിനൊരു പ്രവൃത്തിയുണ്ട്. വിശ്വസിക്കുന്നവർ ചില മിനിറ്റുകൾ അന്യഭാഷകളിൽ കരങ്ങൾ അടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യും. എല്ലാ കരങ്ങളും പിടിച്ച് പരിശുദ്ധാത്മാവിടെ ചലിക്കുക. കർത്താവിന്റെ ആത്മാവിനോട് പറയാ, നീ ദുർബലനാണെന്ന്, നീ ബലമില്ലാത്തവനാണെന്ന്, നീ ബലമില്ലാത്തവളാണെന്ന് നിന്നെ നോക്കി ലോകം പറഞ്ഞെങ്കിൽ നിന്റെ ആരാധന ബലമുള്ളതാണ്, നിന്റെ മേലുള്ള ദൈവകൃപ ബലമുള്ളതാണെന്ന് ഈ പകൽക്കാലം തെളിയപ്പെടാൻ ആരാധനയിലൂടെ ചില മറുപടികൾ നിന്റെ ശത്രു കാണാൻ പോയാ. സ്തോത്രം. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഹല്ലേലൂയ. ചേട്ടാ, ആരാധിക്കുന്നവൻ ദുർബലനാണ്, സ്തുതിക്കുന്നവൻ ദുർബലനാണ്. അപ്പൊ ആരാധനയെ എല്ലാ കാലത്തും ചോദ്യം ചെയ്യലുണ്ടല്ലേ? ഉണ്ടോ? ഉണ്ട്. നിന്റെ സ്തുതിയെ എല്ലാം ഇപ്പോഴും ചോദ്യം ചെയ്യലുണ്ട്. ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് പോയി മിണ്ടാതിരുന്ന് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. മിണ്ടാതിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കത്തില്ലേ? കേൾക്കും. കേൾക്കാഴികൊന്നുമില്ല, കേൾക്കും. പക്ഷേ ഞങ്ങൾ തുള്ളിച്ചാടി ആരാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ അത്ര വലുതാണ്. അധികം ഇളച്ചു കിട്ടിയവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് നമ്മള്. അതുകൊണ്ടാ ചാടിയും തുള്ളിയും നൃത്തം ചെയ്തും തൊണ്ട കീറിയും കിടന്ന് ദൈവത്തെ സ്തുതിക്കാൻ കാരണം അധികം ഇളച്ചു കിട്ടിയവരുടെ കൂട്ടത്തിൽപ്പെട്ടതാ നിങ്ങൾ. ഇന്ന് പകലത് മനസ്സിലാക്കിയവർ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇന്ന് പകലത് മനസ്സിലാക്കിയവർ ദൈവത്തിന് നന്ദി പറഞ്ഞു. അതുകൊണ്ട് ദൈവത്തെ എങ്ങനെ സ്തുതിച്ചാലും എങ്ങനെ ആരാധിച്ചാലും മതി വരികയില്ല. കാരണം അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതം ചെറിയതല്ല, വലിയ കാര്യങ്ങളാണ്. ഹല്ലേലൂയ. എന്നോട് ഒരാൾ പറയാ, നീ ആരാധിക്കാതിരിക്കടാന്ന് പറഞ്ഞാൽ ഞാൻ ആരാധിക്കാതിരിക്കുകയല്ല, ഞാൻ ആരാധിക്കും. കാരണം എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ കൂടെ പഠിച്ചവരിന്നും തോട്ടത്തിലെ തൊഴിലാളികളായിട്ടും അവിടെ സാധാരണക്കാരായിട്ട് നിൽക്കുമ്പോൾ അവരെക്കാൾ വിദ്യാഭ്യാസം കുറവുള്ള, കുലശ്രേഷ്ഠത കുറവുള്ള എന്നെ കർത്താവിനെ ആരാധിക്കുന്നു എന്ന ഒറ്റ കെയർ ഓഫിൽ ഈ പ്രായത്തിൻ്റെ അകത്ത് ലഭിക്കാവുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന എല്ലാ നന്മകളും ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. കുടുംബത്തിൽ ഗവൺമെൻറ് ജോലിക്കാരുണ്ട്. ആ ബേസിക് സാലറി ഇല്ലാതെ എങ്ങനെയാണ് ആ സുവിശേഷ വേല? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ ട്രഷറി ഇവിടെയല്ല, മേളിലാണ്. ഈ ലോകത്തിലെ ട്രഷറിയൊക്കെ അവധി ദിവസങ്ങളിൽ പൂട്ടും. പക്ഷെ ഞങ്ങളുടെ ട്രഷറിക്കൊന്നും ഒരിക്കലും മുടക്കമില്ല. ആവശ്യമനുസരിച്ച് തരാൻ ഞങ്ങളുടെ ട്രഷറിക്ക് കഴിയും. ഞാൻ എപ്പോഴും പറയുന്നൊരു പദമാ, ഇന്ന് പകൽ ദൈവം നടത്തുന്ന അത്ഭുതങ്ങളെ ഓർത്ത് മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല. അത്രമേൽ അവൻ അത്ഭുതം നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ സ്തുതിക്കുന്നത്. അപ്പൊ ഒന്ന്, ശത്രു നിന്റെ ആരാധനയെ ചെറുതാക്കി കാണിക്കും. എങ്ങനെ കാണിക്കും? ആരാധനയെ ഈ പണ്ടത്തെ അപ്പച്ചന്മാരെല്ലാം പാടുന്നില്ലേ, ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, ബാധകളൊഴിയും കോട്ടകൾ തകരും ആരാധനയിങ്കൽ. അതിന്റെ പിന്തലമുറക്കാരാണ് നമ്മള്. ഒരിക്കൽ പൗലോസ് ശീലാസൻ കാരാഗ്രഹത്തിന്റെ അകത്തളത്തിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവരായി കിടക്ക്, അതരത്തിന് മാത്രം ബന്ധനമില്ല. പതിവ് പോലെ അവർ ദൈവത്തെ ആരാധിച്ചു തുടങ്ങിയപ്പോൾ
അവരുടെ ആരാധനയ്ക്ക് തടസ്സമായ ചങ്ങലകളെ ദൈവം ഉടച്ചു കളഞ്ഞു. അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ, ആരാധിക്കുന്നവൻ ദുർബലനല്ല, ആരാധിക്കുന്നവൻ ബലമുള്ളവനാണ്. ഒന്നാമത്തെ ചോദ്യം ചെയ്യൽ നിന്റെ സ്തുതിക്കെതിരെയാ. അടുത്ത വാക്യം. ആ 2, യാഗം കഴിക്കുമോ? 1 സ്തുതി, 2 യാഗം. യാഗം ആരാധനയ്ക്ക് സമം. നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് ആരാധന വെളിപ്പെടാൻ ശത്രുവിന് ആഗ്രഹമില്ല. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആരാധന വെളിപ്പെടാൻ അവൻ ആഗ്രഹമില്ല. അവൻ ചോദിക്കുക, യാഗം കഴിക്കുമോ? അടുത്ത വാക്യം. 1 ദിവസം കൊണ്ട് പണി തീർത്തു കളയുമോ? അടുത്ത പദം. അടുത്ത പദം, വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരത്തിൽ നിന്ന് ഇവർ കല്ലുകളെ ജീവിപ്പിക്കുക. ആദ്യത്തെ 2 കാര്യം ആരാധനയോടും സ്തുതിയോടുമുള്ള ബന്ധത്തിലാണെങ്കിൽ, മൂന്നാമത്തെ കാര്യം നിന്റെ ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചുള്ളൊരു ചോദ്യം ചെയ്യല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എത്ര പേർക്ക് മനസ്സിലായി? അവർ ചോദിക്കുക, വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരത്തിൻ്റെ അകത്ത് നിന്ന് കല്ലുകളെ ജീവിപ്പിക്കുക. തിരുവചനം പഠിക്കുമ്പോൾ ഒരു ഭക്തൻ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്നാൽ ദൈവം എന്തും അവന് വേണ്ടി ചെയ്യും. സ്തോത്രം വന്നില്ല. ഞാൻ 2 പദം കേറി പറയാം. കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു, ജനം പരിഭ്രാന്തരായപ്പോൾ യേശുവിൻ്റെ അമ്മ മറിയുടെ അടുക്കൽ വിഷയം വന്നു. മറിയ പറയുക, അവൻ നിങ്ങളോട് എന്തേലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. സ്തോത്രം വന്നില്ല. അടുത്ത പദത്തിലേക്ക് ഞാൻ ഓടിക്കയറട്ടെ. ആമേൻ, 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 ആമേൻ. അഹരോനെതിരെ മറ്റുള്ള ഗോത്രക്കാർ പിറുപിറുത്തപ്പോൾ ദൈവം പറഞ്ഞു, ഗോത്രസംഖ്യക്കൊത്തവണ്ണം വടികളെ, ബദാവൃക്ഷത്തിന്റെ വടിയെ വെട്ടി തിരുനിവാസത്തിന്റെ മറവിൽ വെക്കാൻ പറഞ്ഞു. ശ്രദ്ധിക്കൂ, അന്ന് രാത്രി അത് വെച്ചു. പിറ്റേ പ്രഭാതമായപ്പോൾ ദൈവം തെരഞ്ഞെടുത്തവന്റെ വടി പൂത്തു തളിർത്തു ഫലം കായ്ച്ചു എന്ന നിലവാരത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ എൻ്റെ ദൈവത്തിന് വർഷങ്ങൾ കൊണ്ടും ദിവസങ്ങൾ കൊണ്ടും ചെയ്യേണ്ട ആ പ്രോസസ്സ് ഒറ്റ രാത്രി കൊണ്ടും ഒറ്റ മിനിറ്റ് കൊണ്ടും ചെയ്തെങ്കിൽ, ഇന്ന് പകലിൽ ശത്രു നിന്നെ നോക്കി ചോദിക്കുക, ചണ്ടിക്കൂമ്പാരത്തിന്റെ അകത്ത് നിന്ന് കല്ലുകളെ ജീവിപ്പിക്കുമോ എന്ന്. അവൻ ചോദിച്ച സ്ഥാനത്ത് ഇന്ന് പകൽ ദൈവാത്മാവ് ആവർത്തിക്കുന്നു, നിന്റെ മുമ്പിൽ ചണ്ടിക്കൂമ്പാരം പോലെ, ചാരം പോലെ കിടക്കുന്ന വിഷയത്തിന്റെ അകത്ത് നിന്ന് ഇന്ന് പകൽക്കാലം ദൈവം ചിലതിനെ മുളപ്പിക്കുകയാണ്, ദൈവം ചിലതിനെ കിളിർപ്പിക്കുകയാണ്, ദൈവം ചിലതിനെ നിനക്ക് വേണ്ടി ഈ പകലിൽ പുറത്തു കൊണ്ടുവരികയാ. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യ. ദൈവാത്മാവിനോട് പറയുക, നിന്റെ അകത്തുള്ള ചില സഹോദരങ്ങൾക്ക് വേണ്ടി അവൻ ചണ്ടിക്കൂമ്പാരത്തിന്റെ അകത്ത് നിന്ന് ചിലതിനെ ജനിപ്പിക്കുകയാണ്, ചിലതിനെ ജീവിപ്പിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിർജീവ മണ്ഡലത്തിൽ ദൈവത്തിന്റെ കരമിറങ്ങിയപ്പോൾ അത് ചലിച്ചു തുടങ്ങിയെങ്കിൽ, ഇന്ന് പകലിൽ ചണ്ടിക്കൂമ്പാരത്തിന്റെ അകത്ത് നിന്ന് നിന്റെ ഭവനത്തിന് വേണ്ടി ഒരു അസാധാരണമായ പ്രവൃത്തി ദൈവാത്മാവ് ചെയ്യുകയാ. കരങ്ങൾ അടിച്ചു പ്രാപിക്കട്ടെ. കരങ്ങളടിച്ച് നിർത്തരുത്. പരിശുദ്ധാത്മാവിനോട് പറയാ, ഇന്ന് പകൽക്കാല ചിലത് വെളിവായി വരുന്ന, ചിലത് ജനിക്കപ്പെടുന്ന, ചിലത് പുറത്തു വരുന്ന പകലാക്കി ദൈവം ഈ പകലിനെ തീർക്കുകയാണ്. കരങ്ങളടിച്ചു പ്രാപിക്കട്ടെ. സ്തോത്രം. ചണ്ടിക്കൂമ്പാരത്തിനകത്ത് നിന്ന് കല്ലുകളെ ജീവിപ്പിക്കുമോ? ദൈവത്തിൻ്റെ ചില പദ്ധതികൾ ഞാൻ പറയാം. 1, ദൈവത്തിന് മുളപ്പിക്കാൻ കഴിയും, കിളിർപ്പിക്കാൻ കഴിയും, ജനിപ്പിക്കാൻ കഴിയും. സ്തോത്രം പറഞ്ഞില്ല. ദൈവത്തിന് മുളപ്പിക്കാൻ കഴിയും, കിളിർപ്പിക്കാൻ കഴിയും, ജനിപ്പിക്കാൻ കഴിയും. ഈ പകലിൽ നിന്റെ വിഷയം ചത്തതാണെങ്കിൽ അതിനെ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയും.
നിന്റെ വിഷയത്തെ ശത്രു വെട്ടിക്കളഞ്ഞെങ്കിൽ അതിനെ കിളിർപ്പിക്കാൻ ദൈവത്തിന് കഴിയും. നിന്റെ വിഷയം വിത്ത് കെട്ടടങ്ങിയതുപോലെ മണ്ണിൻ്റെ അടിയിൽ കെട്ടടങ്ങി കിടക്കുകയാണെങ്കിൽ ഇന്ന് അതിൻ്റെ മുള പൊട്ടി അത് പുറത്തു വരുന്ന പകലാണെന്ന് കർത്താവിൻ്റെ ആത്മാവ് ഈ പകൽ തൻ്റെ ജനത്തെ നോക്കി, സഭയെ നോക്കി ഈ പകൽക്കാലം ദൂത് പറയുക. കരങ്ങൾ അടിച്ചു പ്രാപിച്ചു. ഇന്ന് പകലിൽ നിന്റെ വിഷയത്തെ മുളപ്പിക്കാൻ, നിന്റെ വിഷയത്തെ കിളിർപ്പിക്കാൻ, നിന്റെ വിഷയത്തെ തളിർപ്പിക്കാൻ എൻ്റെ ദൈവം ഈ പകൽ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ചണ്ടിക്കൂമ്പാരത്തിന്റെ അകത്ത് നിന്ന് നിന്റെ പണിക്കാവശ്യമായ കല്ല് ഈ പകൽ വെളിപ്പെട്ട് വരിക. ഈ സഭ ഏറ്റെടുത്തോ, ഈ സഭ ഏറ്റെടുത്തോ. ഈ ദേശത്ത് നിങ്ങളെ തള്ളിക്കളഞ്ഞ വ്യക്തികളുടെ മുമ്പിൽ ചണ്ടിക്കൂമ്പാരത്തിന്റെ അകത്ത് നിന്ന് കല്ലുകൾ മുളയ്ക്കപ്പെടുന്നത് പോലെ ഈ പകൽ ചില വിടുതലുകൾ പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ്. കരങ്ങൾ അടിച്ചു പ്രാപിക്കട്ടെ. ഹോ, സ്തോത്രം, സ്തോത്രം. ഈവൻ ചോദിച്ച ചോദ്യം മനുഷ്യന് സാധ്യമല്ല, പക്ഷെ ദൈവത്തിന് സാധ്യം. സ്തോത്രം. ബൈബിളിൽ പറഞ്ഞൊരു പദമുണ്ട്, മനുഷ്യന് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലതും സാധ്യം. കർത്താവ് പറഞ്ഞു, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? യേശുവിനെ കൊണ്ട് അസാധ്യമായ കാര്യങ്ങളൊന്നുമില്ല. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? 2014 നീ ക്ലോസ് ചെയ്ത ചില ചാപ്റ്ററുകൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പകൽ തൻ്റെ ശക്തി കൊണ്ട് റീഓപ്പൺ ചെയ്യാൻ പോവുക. ഇന്ന് പകൽക്കാലം ഇതിൻ്റെ അകത്തൊരു തളിർപ്പില്ല, ഇതിൻ്റെ അകത്തൊരു മുളർപ്പിക്കലില്ല, ഇതിൻ്റെ അകത്തൊരു ജനനമില്ല എന്ന് പറഞ്ഞ് നീ ക്ലോസ് ചെയ്ത ചില ഫയലുകളെ ദൈവാത്മാവ് ഈ പകൽ എന്നെ കാണിക്കുകയാണ്. ആ ഫയലുകൾ ഇന്ന് പകൽക്കാലം ദൈവം റീഓപ്പൺ ചെയ്യുകയാ. കർത്താവ് റീഓപ്പൺ ചെയ്യുക. ഈ 2014 ഈ ദിവസം ദൈവത്തിന്റെ ആത്മാവ് തന്റെ മക്കൾക്ക് വേണ്ടി ചിലതിനെ റീഓപ്പൺ ചെയ്യുക. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് പോരാ. കൂടാപാര റിക്കാമാന സൈഡാരാജ. ഇന്ന് പകലിൽ ദൈവാത്മ പറയാ, അസാധ്യതയുടെ മേഖലയ്ക്കകത്ത് ചിലത് സാധ്യമായി വരികയാണ്, ചിലത് സാധ്യമായി വരികയാണ്. ഈ യോഗം കഴിഞ്ഞ് നീ വീട്ടിൽ ചെല്ലുമ്പോ ഇതുവരെ മുടങ്ങിക്കിടന്ന ചിലതിന് നല്ല മറുപടികൾ വരികയാണ്. ദൈവാത്മ പറയാ, ചില യാത്രകളെ പിശാച് കെട്ടിയെങ്കിൽ ഇന്ന് പകലിൽ യാത്രകളുടെ മുമ്പിൽ പിശാച് അടച്ചു വെച്ച അവന്റെ വാതില് അവൻ പൂട്ടിട്ട് കെട്ടിയ, അവൻ പൂട്ടി വെച്ച ചില വിഷയങ്ങളെ ദൈവാത്മാവ് ഈ പകൽ പൊളിക്കുകയാണ്. മന 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 അർക്കമനാതല ഹർത്തുപരാദ്യാതല വൈഡ വേദക രാജല വൈഡ ഉടബല ഹർത്തല രഗതല രംതല ചൂടബ രംതല ഹർത്തല ഉടബല ഹർക്കമനാതല ഹൗഷേ ചീക ചൂട പ്രൗഢല കത്തുല വേദി. ഹല്ലേലൂയ. അടുത്ത പദത്തിലേക്ക് ഓടി വരാം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അവൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്ത, കർത്താവിൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്ത കാര്യത്തിൽ കർത്താവിന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കർത്താവിനോട് പറയാ, പരിശുദ്ധാത്മാവിനോട് പറയാ, നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് ചില വ്യക്തികൾ നിന്റെ ദൈവത്തെ ചോദ്യം ചെയ്തതുപോലെയുള്ള അനുഭവങ്ങളുണ്ട്. നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചതിന് തുല്യമായ അനുഭവങ്ങളുണ്ട്. കർത്താവിൻ്റെ ആത്മാ പറയാ, ആ ചോദ്യത്തിനൊരു മറുപടിയായി ദൈവകരം അനുകൂലമായി ചലിക്കാൻ പോവുക. ഒന്ന്, സ്തുതിക്കുന്നവൻ ദുർബലൻ. 2, അവനെ കൊണ്ട് യാഗം കഴിക്കുകയല്ല. 3, അവനോട് ചോദിക്കുക, അസാധ്യമാണ് നിന്റെ മുമ്പിൽ ചണ്ടിക്കുമ്പാരം കിടക്കുക, അതിൻ്റെ അകത്ത് നിനക്ക് കല്ലുകളെ ജീവിപ്പിക്കാൻ കഴിയുമോ? അടുത്ത ഭാഗം. പറഞ്ഞു, അപ്പോൾ അവന്റെ അടുക്കൽ നിന്നിരുന്ന നോക്കി എത്ര നേരം സൻബല്ലത്തിന്റെ റോളായിരുന്നു. ഇവനങ്ങോട്ട് മാറിയപ്പം തോബിയാവ് പറയാ, ഒരു കുറുക്കൻ കയറിയ ഉരുണ്ടു വീഴും. കുറുക്കൻ കയറിയ
ഉരുണ്ട് വീഴും. എല്ലാവരും പറഞ്ഞതുപോലെയാ, നീ ഇപ്പൊ വീണു പോകും കൃപയെന്ന്, നീ ഇപ്പൊ പിന്മാറിപ്പോവും. ഇവർക്ക് വിശ്വാസം വലിയ ആയുസൊന്നുമില്ല എന്നൊക്കെ എത്ര പേര് പറഞ്ഞിട്ടുണ്ട്. മുഴുത്ത മാനസാന്തരം 3 മാസം എന്നതൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ മലയാളികൾ പറഞ്ഞുണ്ടാക്കുന്നത്. അവൻ്റെ പോക്കുണ്ടാ നിലനിൽക്കുകയല്ല, അവൻ പെട്ടെന്ന് വീണു പോവും. ഇല്ല, കർത്താവിൻ്റെ ആത്മ പറയാ, തോബിയ പറഞ്ഞു ഒരു കുറുക്ക് അങ്ങേറിയ അത് തകർന്നു പോകും, അത് വീണു പോകും. കർത്താവ് പറയും ഇല്ലടാ, എൻ്റെ നാമത്തിലാ പണിയുന്നെങ്കിൽ അത് ബലത്തോടെ നിൽക്കും. സ്തോത്ര 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 സ്തോത്ര. നീ ചെയ്യുന്ന പണി, നിന്നെക്കൊണ്ട് ദൈവം എന്തേലും ചെയ്യിപ്പിച്ച് ചെയ്യുന്ന പണി, അത് മാനുഷികമല്ല, അത് ദൈവീകമാണ്. അങ്ങനെയെങ്കിൽ അത് ശിഥിലമാകുവാൻ, അത് തകർന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അടുത്ത ഭാഗം കൂടെ വായിച്ച് നമുക്ക് ആ ഭാഗം ആ പ്രവാസദേശത്തിൽ അവരെ കവർച്ചയ്ക്കായി ഏൽപ്പിക്കണമേ. ഒരു പ്രാർത്ഥന. അടുത്ത പദം മതി. ഈ നമ്മളെ കോപിപ്പിക്കുമ്പോൾ ജനം അറിയുന്നില്ല ആരെ കോപിപ്പിക്കുകയെന്ന്. പറഞ്ഞേ, ഈ ഒരു വെളിപ്പാടുണ്ടെങ്കിൽ ഒരു ദൈവദാസന്മാർക്കെതിരെയും ഒരു ദൈവമക്കൾക്കെതിരെയും ആർക്കും ഒന്ന് പറയാൻ പോലും പറ്റത്തില്ല. എത്ര പേർക്ക് ഈ കാര്യം മനസ്സിലായി? ഹല്ലേലൂയ. ഇവിടുത്തെ കർത്താവ് ഷിജി പാസ്റ്ററെ ഞാൻ ഇവിടെ നിന്ന് കോപിപ്പിച്ച് അവജ്ഞാദികൾ പറയുമ്പോൾ തനിക്കെതിരെ അല്ല പറയുന്നത്, തന്നെ വേല ഏൽപ്പിച്ച ദൈവത്തെയാ പറയുന്നത്. നമ്മുടെ സഭകൾ, പെന്തക്കോസ്തുകാർ, ദൈവമക്കൾ അറിയാതെ പോകുന്നൊരു കാര്യമുണ്ടെങ്കിൽ ഇതാണ്, അവർ പറയുന്നത് ദൈവത്തോടാണെന്ന് അവരറിയുന്നില്ല. സ്വോത്ര 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 സ്വോത്ര. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഹല്ലേലൂയ. ഞങ്ങൾക്കൊക്കെ നിന്നെ കോപിച്ചിരിക്കുന്നു, അങ്ങനെയല്ലേ ദൈവദാസി? അപ്പൊ അത് ഒരിക്കൽ കൂടെ വായിച്ചേ. എന്നോടാ ഇവൻ പറയുന്നതെങ്കിലും കേട്ടത് മൊത്തം ആരെയാ? ദൈവത്തെക്കുറിച്ചുള്ള കേൾവി കേട്ടാ മറ്റുള്ളവർക്ക് തോന്നിയേ. കാരണം എന്നാന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. ദൈവം പ്രോജക്റ്റുകളെ കൈമാറിയ വ്യക്തി സാധാരണക്കാരല്ല, ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. ആ പ്രതിനിധിയെ ചോദ്യം ചെയ്താൽ ദൈവത്തെ ചോദ്യം ചെയ്തതിനും തുല്യമാണ്. ആ പ്രതിനിധിയെ ആക്ഷേപിച്ചാൽ ദൈവത്തെ ആക്ഷേപിക്കുന്നത് തുല്യമാണ്. ഇന്ന് പകൽ എത്ര പേർക്ക് ഈ വെളിപ്പാട് മനസ്സിലായി? എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലായി? വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. നീ സാധാരണക്കാരനല്ല സഹോദര, നീ സാധാരണക്കാരി അല്ല സഹോദരി. നീ പ്രാർത്ഥിക്കുന്നവനെങ്കിൽ നീ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ സ്ഥാനാപതിയാണ്. നിന്നെ ചോദ്യം ചെയ്യുന്നവൻ എന്റെ ദൈവത്തെ എത്ര ചോദ്യം ചെയ്യുന്നത്? സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. നിന്നെ അവഹേളിക്കുന്നുണ്ടല്ലോ അല്ലേ? നിന്നെ കളിയാക്കുന്നുണ്ട്. വീടിൻ്റെ അകത്ത് ഒരുമിച്ചിരുന്ന് കുറ്റം പറയുക മാത്രമല്ല, പരസ്യമായി നിന്നെ, നിന്റെ ശുശ്രൂഷയെ, നിന്റെ പ്രാർത്ഥനയെ അവഹേളിക്കുന്ന വ്യക്തികൾ കാണാം. പക്ഷെ പരിശുദ്ധാത്മ പറയാ, അവർ നിന്നെ അല്ല അവഹേളിക്കുന്നേ, നിന്നെ സൃഷ്ടിച്ച, മെനഞ്ഞ, നിന്നിൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ച ദൈവത്തെയാണ് അവർ പ്രകോപിപ്പിക്കുന്നത്. ഇന്ന് പകൽക്കാലം അത് ദൈവം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അടുത്ത ഭാഗത്തേക്ക് വന്നിട്ട് ആ ഭാഗം വിടാം. വായിച്ചു. അതിൻ്റെ നാലാമത്തെ 8-ാം വാക്യം നോക്കി. സോറി, 4-ാം അധ്യായം 6-ാം വാക്യം വായിച്ചു. ഏഴാമത്തെ വാക്യം. യെരൂശലേമിന്റെ മതിലിന്റെ അറ്റകുറ്റം തീർന്നു വരുന്നു എന്നും. അടുത്ത കാര്യം ഇതാ. ഇത്ര നേരം നിന്നയും പരിഹാസമൊക്കെ ആയിരുന്നു. ഇപ്പൊ ഇവന്മാരുടെ വിഷയം അറ്റവും കുറ്റവും തീരുന്നു, ഇടിവ് നകരുന്നു.
സ്വത്രം പറഞ്ഞേ. നിനക്കിച്ചിരി അറ്റവും കുറ്റവും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷെ നീ കുറവില്ലാത്തവനായി തീരുമ്പോഴാ വിഷയം. സ്വത്രം പറ, സ്വത്രം പറ. ഇടിവ് നികന്നു തോന്നി എന്ന് കേട്ടപ്പോൾ, സ്തോത്രം സ്തോത്രം. അപ്പൊ നീ എന്താ പറയാ, ഒരു മതില് തകർന്നു കിടക്കുന്ന പോലെ നിന്റെ ആത്മീയ ജീവിതം കിടന്ന വിഷയമില്ല. കുറ്റവും കുറയുള്ള ഒരു ആത്മീക ജീവിതം നിനക്കുണ്ടായ വിഷയമില്ല. പക്ഷെ ആമേൻ, അറ്റകുറ്റം തീർന്ന് ഇടിവും നികന്നു തുടങ്ങുമ്പോഴാ പിശാചിന്, ശത്രുവിന് ഏറ്റവും അധികം വെല്ലുവിളി തോന്നുന്നത്. നിന്റെ കുടുംബം കാക്കി എറിഞ്ഞ കല്ല് പോലെ ചതറപ്പെട്ട് കിടന്ന വിഷയമില്ല. നിന്റെ കുടുംബം ദാരിദ്ര്യത്തിൽ കിടന്ന വിഷയമില്ല. നിന്റെ കുടുംബം കടം വാങ്ങി മുടിഞ്ഞ വിഷയമില്ല. നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് പ്രാർത്ഥനയില്ല വിഷയമില്ല. നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് ആരാധനയില്ല വിഷയമില്ല. നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനല്ല വിഷയമല്ല. മറിച്ച് നീ വിശ്വസ്തനായി വീടിൻ്റെ അകത്ത് പ്രാർത്ഥന തുടങ്ങി ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ആരാധിച്ച് ഒരു കുറവില്ലാത്തവനായി അവൻ ദൈവ മുമ്പാകെയും മനുഷ്യന്റെ മുമ്പാകെയും നല്ലവനായി തീരുമ്പോഴാ നിനക്കെതിരെ ശത്രുവിന്റെ വെല്ലുവിളി കൂടുന്നേ. അറ്റവും കുറ്റവും തീർന്നു, ഇടിവ് നകന്നു. നിന്റെ ഇടിവ്, നിന്റെ മതിൽ പൊളിഞ്ഞു കിടന്ന ഒരു വിഷയമില്ല. കുറുക്കനും കയറാം, പട്ടിക്കും കയറാം, വരുന്നവർക്കെല്ലാം വന്നും പോവാം. പക്ഷെ മതില് ഓക്കെ ആകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. സ്തോത്രം പറയാമോ? ഞാൻ അടുത്ത പദത്തിലേക്ക് വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിക്കുന്ന നീ, പ്രോജക്റ്റുള്ള നീ അപൂർണനല്ല, പൂർണ്ണനാക്കാൻ ദൈവം താല്പര്യപ്പെടുക. എങ്ങനെ? ക്രിസ്തുവേശുവിൽ നിങ്ങളെ അവൻ പൂർണ്ണനാക്കും. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? നിന്റെ ഈ പ്രോജക്റ്റ് ദൈവം നൽകിയിട്ടുണ്ടോ? നീ പ്രാർത്ഥിക്കുന്നവനാണോ? നിന്നെ ദൈവം ഏൽപ്പിച്ചതിൽ വിശ്വസ്തനാണോ? എങ്കിൽ അവൻ നിന്നെ കർത്താവിൽ പൂർണ്ണനാക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഒരു സഹോദരൻ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പാസ്റ്ററെ, പണ്ട് മദ്യപിച്ച് SIA വരെ തല്ലിയിട്ടുണ്ടവൻ. ആ തല്ലി നടന്ന സമയത്ത് ഒരുത്തരും അവനെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷെ വേദപുസ്തകം കരത്തിലെടുത്ത് പുകവലി നിർത്തി, വെള്ളവടി നിർത്തി, വീടിൻ്റെ അകത്ത് 7 മണിയായി കയറാൻ തുടങ്ങിയപ്പോഴാണ് അവന് ചില വിഷയം. എന്ന് വെച്ചാൽ ഇവൻ കർത്താവ് അകത്ത് വന്നപ്പോൾ ഒരു പൂർണ്ണനാകാൻ അവൻ വാഞ്ചിച്ചപ്പോൾ പഴയ അഴുക്ക് സ്വഭാവങ്ങൾ, പാപ സ്വഭാവങ്ങൾ അവനിൽ നിന്നും മാറ്റി മറ്റൊരു റൂട്ടിലേക്ക് പോയപ്പോഴാണ് കുറ്റം പറയാൻ തുടങ്ങി. ഞാൻ ഇന്ന് പകൽ ഒരു പദം ആവർത്തിക്കുക. കർത്താവിൽ പൂർണ്ണരാകുന്നവരെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുവാൻ വ്യക്തികൾ എഴുന്നേറ്റേക്കാം. പക്ഷെ നിങ്ങൾ തകരരുത്. സ്തോത്രം. അറ്റകുറ്റം. അടുത്ത വാക്യം വായിച്ചു. അടുത്ത വാക്യം. നേരത്തെ 3 കൂട്ടങ്ങൾ നമ്മൾ കണ്ടു. സൻബല്ലത്ത്, തോബിയാവ്, ഗേശേം. ഇപ്പൊ വീണ്ടും ഇവൻ പൂർണ്ണനായപ്പോ, ഇവനെ തോൽപ്പിക്കാൻ കഴിയത്തില്ലെന്ന് കണ്ടപ്പോ ഒരു വലിയ കൂട്ടത്തെ എഴുന്നേൽപ്പിക്കുക. സ്തോത്ര സ്തോത്ര സ്തോത്രം. എത്ര പേർക്ക് ഇതൊന്നും മനസ്സിലായി? നീ ഇന്നലെ അപൂർണനായിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ 3 ശത്രുവേ കാണത്തുള്ളൂ. പക്ഷെ അറ്റകുറ്റം തീർന്ന് ഇടിവ് നികന്ന് നീ ഒരു പെർഫെക്ഷനിലേക്ക് കയറുമ്പോൾ ആമേൻ, നേരത്തെ 3 പേരായി നിന്നെങ്കിൽ ഇപ്പോൾ ഒരു വലിയ ഗ്രൂപ്പായി വരികയാണ്. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലായി? ദൈവാത്മാവിനോട് പറഞ്ഞ ദൂത് ഇതാ: നീ പൂർണ്ണനാകും തോറും നിന്റെ ശത്രുവിന്റെ ശക്തി ഒരു പക്ഷെ വർദ്ധിച്ചെന്ന് വന്നേക്കാം. നിനക്കുള്ള എതിരിയുടെ ശക്തി വർദ്ധിച്ചെന്ന് വന്നേക്കാം. അത് നിന്നെ തോൽപ്പിക്കാനല്ല, അതിനെ ഇല്ലാതാക്കാനല്ല. ഇന്ന് പകലിൽ അതിനപ്പുറമായി എന്റെ ദൈവം നിനക്ക് വേണ്ടി ഒന്ന് ഇറങ്ങാൻ പോവുകയാണ്. കുടബല ഹർത്തല രഗതല ഹന്തല രഗതല ഹർത്തുല രഗതല ഉടബ ശബ്ദര ജാലക രാധല ഹർത്തല രാധല ഹൗഡല. മനസ്സിലാക്കിയവർ ചില മിനിറ്റുകൾ കരങ്ങളടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യ്. പ്രാർത്ഥിച്ചു
പ്രാർത്ഥിക്കുമ്പോൾ 3 ശത്രു, പണി ഏറ്റെടുക്കുമ്പോൾ 3 ശത്രു. പക്ഷെ പണി മുന്നോട്ട് പോയി. വാക്കുകളിൽ തളരാതെ ശക്തിയോടെ വർദ്ധിച്ചു വന്നപ്പോൾ അവർ ഇടിവുകളെ നികത്തി അറ്റകുറ്റങ്ങളെ തീർത്ത് ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തപ്പെട്ടപ്പോൾ വലിയൊരു കൂട്ടത്തെ കൂട്ടി യുദ്ധം ചെയ്യേണ്ടതിന്, കലക്കം വരുത്തേണ്ടതിന് അവർ എഴുന്നേൽക്കുവാനിടയായി. ഇന്ന് പകൽ എവിടെയൊരു യുദ്ധത്തിന്റെ ഒരു മണമടിക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു പുതിയ കൂട്ടത്തിന്റെ, ഒരു കൂട്ടുകെട്ടിന്റെ ഒരു തോന്നലുണ്ടെങ്കിൽ, നിന്റെ അറ്റകുറ്റം തീർന്നു, നിന്റെ ഇടിവ് നകന്നു. കരങ്ങളടിച്ച് കർത്താവിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം പറയാ, പ്രാർത്ഥിക്കുന്ന നിന്നെ ഒരു പൂർണ്ണതയിലേക്ക്, പ്രാർത്ഥിക്കുന്ന നിന്നെ ഒരു ജയത്തിലേക്ക്, പ്രാർത്ഥിക്കുന്ന നിന്നെ അസാധാരണമായ ഒരു ഉന്നതിയിലേക്ക് ഈ പകൽക്കാലം ദൈവാത്മാവ് കൊണ്ടുവരികയാ. ചില മിനിറ്റുകൾ കരങ്ങളടിച്ച് അന്യഭാഷകളിൽ കൂടാ മാന രാധ ഷൈഡ മാന റീബ കുടബല ഹർത്തല രഗന റീക്കമനാഥല വൈഷ എല്ലാ കരങ്ങളും അടിച്ച് അന്യഭാഷകളിൽ ചില മിനിറ്റുകൾ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഇന്ന് പകലിൽ ആ ദൈവശക്തി ഇവിടെ ചലിക്കുകയാണ്. ഇന്ന് പകലിൽ നിന്നെ നോക്കി കുറ്റം പറഞ്ഞവന് കുറ്റം പറയാൻ കഴിയാത്ത നിലവാരത്തിൽ ഇടിവിനെ നകത്തി അറ്റകുറ്റത്തെ തീർത്ത് ആമേൻ ശക്തനാക്കുന്ന, മഹത്വമുള്ളവരാക്കുന്ന ദൈവത്തിന്റെ കരം ഈ പകലിൽ ഇവിടെ ചലിക്കുകയാ. ഉപവാസത്തിന്റെ 2ാം പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ചിലരെ കർത്താവിന്റെ മഹത്വം കൊണ്ട് ഒരു പെർഫെക്ഷനിലേക്ക്, ഒരു മഹത്വത്തിലേക്ക് ഈ പകൽക്കാലം കൊണ്ടുവരികയാ. കരങ്ങൾ അടിച്ച് പ്രാപിച്ചു തുടങ്ങിയാട്ടെ. കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, സഭയ്ക്ക് അറ്റകുറ്റം തീർന്നില്ലെങ്കിൽ വിഷയമില്ല. സഭ പെർഫെക്ഷനിലേക്ക് വളരപ്പെടുമ്പോഴത്രേ കൂട്ടുകെട്ടുകളും യുദ്ധത്തിന്റെ ശ്രുതികളും സഭയെ തകർക്കാൻ വെളിപ്പെട്ട് വരുന്നത്. നിങ്ങളുടെ കുറവ് കൊണ്ടല്ല, നിങ്ങൾ പൂർണ്ണരായതുകൊണ്ടാണ് യുദ്ധങ്ങൾ വെളിപ്പെടുന്നത്. മനസ്സിലായോ? ഈ യുദ്ധം വെളിപ്പെടുന്നത്, കൂട്ടുകെട്ടുണ്ടാകുന്നത് നീ പൂർണ്ണതയിലേക്ക് എത്തപ്പെടുന്നുണ്ട്. സ്തോത്രം പറ, സ്തോത്രം പറയണം. കർത്താവ് എൻ്റെ പ്രാർത്ഥനാ റൂമിൽ തന്ന ദൂത്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആമൻ ആമൻ ആ ബലത്തോടെ ഇവിടെ നിൽക്കുന്നത്. പൂർണ്ണർക്കെതിരെ പോരാട്ടം ചെറിയ തോതിൽ അല്ല. അവനെതിരെ കൂട്ടുകെട്ടുകൾ ഉണ്ടാകാം, യുദ്ധസമാനമായ വെല്ലുവിളികളുണ്ടാകാം. കാരണം എന്നാ? അറ്റകുറ്റവും തീർന്നു, ഇടിവും നകന്നു, നീ പൂർണ്ണനായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു കാര്യം ഞാൻ ആവർത്തിക്കാം, സഹവിശ്വാസിക്കില്ലാത്ത നിലവാരത്തിൽ യുദ്ധം നിനക്കുണ്ടെങ്കിൽ നീ പൂർണ്ണനായിക്കൊണ്ടിരിക്കുക. സ്വതന്ത്രം പറഞ്ഞേ, PMG ദൈവസഭയെ, ആർക്കുമില്ലാത്തൊരു പോരാട്ടം, ആർക്കുമില്ലാത്തൊരു വെല്ലുവിളി നിനക്കുണ്ടെങ്കിൽ നീ കർത്താവിൽ പൂർണ്ണനായിക്കൊണ്ടിരിക്കുക, നീ തികഞ്ഞവനായിക്കൊണ്ടിരിക്കുക. ഞാൻ അടുത്ത പദത്തിലേക്ക് വന്നിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഇത് കൂട്ടുകെട്ടുണ്ടാക്കിയപ്പോ, കലക്കം വരുത്താൻ നോക്കിയപ്പോ അവർ കാവൽക്കാരെയാക്കി. വീണ്ടും പ്രാർത്ഥനയുടെ 2ാമത്തെ സ്റ്റെപ്പ്. 1ാമത്തെ പ്രാർത്ഥനയിൽ ഒരു പ്രോജക്റ്റ് ദൈവം കൈ കൊടുത്തെങ്കിൽ, 2ാമത്തെ പ്രാർത്ഥന സഭ ചേർന്നുള്ളൊരു പ്രാർത്ഥനയാ. ഈ പ്രാർത്ഥനയിൽ ദൈവം ചില കാവൽക്കാരെ അപ്പോയിൻമെന്റ് ചെയ്യുക. സഹോദരൻ പറഞ്ഞേ, പണ്ടത്തെ ദൈവസഭയുടെ പ്രത്യേകത കാവൽ കാക്കുന്ന അമ്മച്ചിമാരുണ്ടായിരുന്നു, അപ്പച്ചന്മാരുണ്ടായിരുന്നു. അത് രാവിലെ എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിക്കും, സന്ധ്യ മയങ്ങുന്നതിന് മുമ്പേ കയറി ഇരുന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ കാവൽക്കാർ കുറവാ. ഇന്നത്തെ കാലഘട്ടത്തിൽ സൂപ്പർവൈസർമാരാ കൂടുതൽ. സ്തോത്രം സ്തോത്രം. മേജർമാരാ കൂടുതൽ, കാവൽക്കാർ കുറവാ. സ്തോത്രം വന്നില്ലല്ലോ. പക്ഷെ കർത്താവ് ഇന്ന് പകൽക്കാലം എന്നോട് പറയാ, സഭയ്ക്കകത്തൊരു കൂട്ട കാവൽക്കാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. കാവൽക്കാരെ രാത്രി എന്തായി എന്ന വാക്യം പോലെ
പ്രാർത്ഥനയിൽ കാവൽ കാക്കുന്ന ഒരു ഗ്രൂപ്പിന് ദൈവത്തിന് ആവശ്യമുണ്ട്. ഞാൻ വേഗത്തിൽ അടുത്ത ഭാഗത്തേക്ക് വരാം. ഇവർക്കെതിരെ യുദ്ധവും കലക്കവും കൊണ്ടുവരാൻ നോക്കിയപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? അവർ കാവൽക്കാരെയാക്കി. ഇതിൻ്റെ ഫലം എന്താ? ഞാൻ 2 വാക്യങ്ങൾ കൊണ്ട് നമുക്ക് തൊടാം. ആ ഭാഗം വായിച്ചാട്ടെ. 4-ാം അധ്യായം 15-ാം വാക്യം. ഞങ്ങൾക്ക് അറിവ് കിട്ടിപ്പോയെന്നും ദൈവം അവരുടെ ആലോചനയെ നിഷ്ഫലമാക്കിയെന്നും ഞങ്ങളുടെ ശത്രുക്കൾ കേട്ട ശേഷം അപ്പം കാവൽക്കാർ എഴുന്നേറ്റാൽ ശത്രുവിൻ്റെ ആലോചന നിഷ്ഫലമാകും. സ്വത്രം വന്നില്ല. അമേൻ. പ്രാർത്ഥിച്ചാൽ പ്രോജക്റ്റ് വെളിപ്പെടും. കാവൽക്കാർ എഴുന്നേറ്റാൽ ശത്രുവിൻ്റെ പ്രോജക്റ്റിനെ നമ്മൾ നിഷ്ഫലമാക്കും. സ്വത്രം വന്നില്ലല്ലോ. ഞാൻ അടുത്ത പദത്തിലേക്ക് കയറി ഒരു പദം കൂടെ കടന്ന് ഞാൻ പറയാം. ഒരു ബോംബ് നിർവീര്യമാക്കുന്നത് പോലെ സഭയ്ക്ക് മുമ്പിലുള്ള പ്രതിസന്ധിയെ, കുടുംബങ്ങൾക്ക് മുമ്പുള്ള പ്രതിസന്ധിയെ തീർക്കാൻ കാവൽക്കാർക്കാകും. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൂതാവർത്തിക്കുക. കാവൽക്കാർ എഴുന്നേൽക്കട്ടെ, കാവൽക്കാർ എഴുന്നേൽക്കട്ടെ. ശത്രുവിന്റെ ആലോചന ഈ പകൽ നിഷ്ഫലമാകുകയാണ്. ശത്രുവിന്റെ ആലോചന ഈ പകൽ നിഷ്ഫലമാകുകയാണ്. കരങ്ങൾ അടിച്ച് ചില മിനിറ്റുകൾ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. പോരാ 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 പോരാ. ഇതിന്റെ അകത്തൊരുപറ്റ കാവൽക്കാർ ഈ പകൽക്കാലം എഴുന്നേൽക്കുകയാണ്. ഈ പകൽക്കാലം എഴുന്നേൽക്കുകയാണ്. എന്തിനു വേണ്ടി? അവർ കർത്താവിൽ പൂർണ്ണരാകയാൽ, അവർ കർത്താവിൽ തികഞ്ഞവരാകൊണ്ട് അവർക്ക് മുമ്പിൽ ഇന്ന് പകൽക്കാലം ശത്രു വയ്ക്കുന്ന തന്റെ പദ്ധതി അതിന്റെ ശക്തിയെ കെടുത്താൻ പോവുക. കൂടവനാതല, അർത്ഥവനാതല, വൈഡവനാതല, ഊട രാജ റീക്കാമാന. പഴയ നിയമ പുസ്തകമായ ദാനിയേൽ പുസ്തകത്തിൽ പറയുന്നു, വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുത്തി സിംഹത്തിന്റെ വായ അടച്ചു അടച്ചു അടച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ നീ കാവൽക്കാരനാണെങ്കിൽ ഇന്ന് പകലിൽ ശത്രുവിന്റെ ബലത്തെ കെടുത്താൻ, ശത്രുവിന്റെ ബലത്തെ ക്ഷയിപ്പിക്കാൻ, ശത്രുവിന്റെ ബലത്തെ ഇല്ലാതാക്കാൻ നിന്റെ കാവലിന് കഴിയും. നിന്റെ കൂട്ടമായ പ്രാർത്ഥനയ്ക്ക് കഴിയും. കരങ്ങളടിച്ച് പ്രാപിക്കട്ടെ. സ്വോത്ര സ്വോത്ര സ്വോത്ര. ഇനി അടുത്ത 2 പദങ്ങൾ കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കരുതേക്ക്. ഒന്ന്, ശത്രുവിന്റെ ആലോചനയെ ദൈവം എന്ത് ചെയ്തു? നിഷ്ഫലമാക്കി. ഏതൊക്കെ കാര്യത്തില? 6-ാം അധ്യായം 7, 10, 14 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ 7-ാം വാക്യം ഒന്ന് ജസ്റ്റ് വായിച്ചേ. മതി. ഒന്നാമത്തെ ആലോചന, ദുരാലോചന, അവനെതിരെ ശത്രു പറഞ്ഞുണ്ടാക്കുക. 10-ാം വാക്യം. രണ്ടാമത്തെ ദുരാലോചന 14-ാം വാക്യം. മതി. ദൈവശത്രുവിന്റെ ആലോചനയെ നിഷ്ഫലമാക്കി. 3 തരത്തിൽ അവനെ തകർക്കാൻ ആലോചനകളിലൂടെ ശത്രു ശ്രമിച്ചെങ്കിൽ ദൈവം അവരുടെ ആലോചനയൊക്കെ നിഷ്ഫലമാക്കി. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ദൈവം അഹീതോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കി. അപ്പൊ ഒന്ന്, ആലോചനയെ നിഷ്ഫലമാക്കുന്ന ദൈവമുണ്ട്, ആലോചനയെ അബദ്ധമാക്കുന്ന ഒരു ദൈവമുണ്ട്. അടുത്തൊരു പദം ആമേൻ ആമേൻ യോബിന്റെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. അറിവിനെ കൂടാതെ ആലോചനയെ മറിക്കുന്നവനാർ.
നിനക്കെല്ലാം കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവിനെ കൂടാതെ ആലോചനയെ മറയ്ക്കുന്നവനാർ. ഇന്ന് പകലിൽ ആലോചനയെ നിഷ്ഫലമാക്കുന്ന ദൈവം, ആലോചനയെ അബദ്ധമാക്കുന്ന ദൈവം, ദൈവമക്കൾക്ക് വിരോധമായ ആലോചനയെ മറിച്ചു കളയുന്ന ദൈവം ഇതിൻ്റെ അകത്ത് എഴുന്നേൽക്കുകയാണ്. ഈ പ്രാർത്ഥന ശത്രു തൻ്റെ ആമേൻ 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 സങ്കേതത്തിൻ്റെ അകത്ത് മെനയുന്ന തന്ത്രങ്ങളെ ഇന്ന് പകൽക്കാലം അബദ്ധമാക്കി നിഷ്ഫലമാക്കി അതിനെ മറിച്ചു കളയാൻ കഴിയുന്ന ദൈവകരം ഒന്നിവിടെ വെളിപ്പെട്ടു വരികയാണ്. ആമേൻ 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 ആമേൻ. ഹോ ശമന ഹൽക്കര ഹൽക്കന സിയാദര. ഇന്ന് പകലിൽ ദൈവാത്മാവ് ഈ പദം ഇവിടെ ആവർത്തിക്കാൻ പറയുന്നു. നിനക്കെതിരെ, നിന്റെ സഭയ്ക്കെതിരെ, നീ കണ്ട ദർശനത്തിനെതിരെ, നീ കണ്ട കാഴ്ചപ്പാടിനെതിരെ, ദൈവം നിനക്ക് നൽകിയ ദർശനത്തിനെതിരെ, അതിനെ ഇല്ലാതാക്കാൻ വെളിപ്പെട്ടു നിൽക്കുന്ന ശക്തികളെ തകർത്തുകളയാൻ ഇന്ന് പകൽ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവകരം ഇറങ്ങുകയാണ്. ചിലത് നിഷ്ഫലമാകും, ചിലത് അബദ്ധമാകും, ചിലതിനെ ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽക്കാലം മറച്ചു കളയും. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് പ്രാപിച്ചു തുടങ്ങട്ടെ. കൂടമാന ശാന്തരാജകൽക്കന ഉടവല അർക്കന ജഗൽക്കരാധന ഉടവല ഹത്തുല രകൽക്കമന. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ച് നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ പോവുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. കർത്താവിന്റെ ആത്മാവ് ഇന്ന് പകലിൽ എന്നോട് പറയാൻ പറയുന്നു. ഇവിടെയുള്ള അഭിഷിക്തന്മാർക്കെതിരെ, ഇവിടെയുള്ള ദൈവ പകലിൽ ഇവിടെ വെളിപ്പെട്ട് വരികയാ. കർത്താവിന്റെ ആത്മാവ് എന്നോട് പറയാ, വാക്കുകൾ കൊണ്ട് വഴിയടച്ചവരുണ്ട്, പ്രവൃത്തികൾ കൊണ്ട് വഴിയടച്ചവരുണ്ട്, വാക്കുകൾ കൊണ്ട് നിന്റെ മുന്നേറ്റത്തെ തടഞ്ഞവരുണ്ട്, വാക്കുകൾ കൊണ്ട് നിന്റെ ഉയർത്തിയെ തടഞ്ഞവരുണ്ട്. ഇന്ന് പകൽക്കാല യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കരമിറങ്ങി ആലോചനയെ നിഷ്ഫലമാക്കി, ആലോചനയെ അബദ്ധമാക്കി, ആലോചനയെ മറിച്ചിട്ട് ഒരു പുതിയ വഴി ഉടാനാര ഹൽക്കാസാന കുടകലകത്തന രകൽക്കരാജന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നീ പുറകോട്ട് പോകണ്ട ദൈവം ഇതിലെ. നീ ഇത് ഇട്ടച്ച് പോകണ്ട, നീ പിന്തിരിഞ്ഞ് പോകണ്ട. കാരണം ദൈവത്തെ പറയാ, പ്രാർത്ഥിക്കുന്ന നീ, കർത്താവിൽ തികയാൻ താല്പര്യപ്പെടുന്ന നീ പരാജയപ്പെടാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. പദ്ധതിയുള്ള നിനക്ക് വേണ്ടി കരങ്ങളടിച്ച് പ്രാപിച്ചാട്ടെ, കരങ്ങളടിച്ച് പ്രാപിച്ചാട്ടെ. നിനക്ക് വിരോധമായ കൈയെഴുത്ത് പ്രതിയെ ഈ പകൽ മായ്ക്കാൻ കഴിയുന്ന ദൈവം, നിനക്ക് വിരോധമായ കൈയെഴുത്ത് പ്രതിയെ നിഷ്ഫലമാക്കാൻ കഴിയുന്ന ദൈവം ഈ പകലിൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ പകൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന നെഹമ്യാവേ, പ്രാർത്ഥിക്കുന്ന നെഹമ്യാവിന്റെ കൂട്ടരെ, നിങ്ങൾക്ക് പരാജയമില്ല. ജയം നിങ്ങൾക്കാണ്, ജയം നിങ്ങൾക്കാണ്, ജയം നിങ്ങൾക്കാണ്. പ്രാപിച്ചു തുടങ്ങ്. Amen, 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 amen. Raktam jayam, di baba, di banana, saidara, 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 di dana, dana, saidara, di baba, di banana, di baba, di baba. Kudala hattala ragadana, hattala para raudana, chuda raja saidara, 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 ribala para saida, kudala hattala bauda, di baba, banana, dana, saidara, di dana. Dara saidara di baba di baba di baba regale attara raja vaide kuda bana saida dara saidara di baba di baba യേശുവിന്റെ നാമത്തിൽ കുടവല ഹത്തന രഗൽക്കരാജന dara saida baba di dara saidara di baba di dara mera raktam eshim raktam di baba dara
say da 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 di da 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 di ba 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 di da 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 di da 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 say da 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 di ba 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 di da 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 say da 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 di da 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 di ba 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 di ba 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 di ba 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 da 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 say da 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 di ba 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 di da 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 say da 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 വീരവനം ദേരവനം ചൽ കടകൾ കടക രഹതര കടക ഉടമ്പാരം ദേരവനം ശം ദേരകരം ശം ധീവരവശല കട്ടുകരാതി രഹേതികരാത ഉടവാന സംതൽ കടകം ധീവരവക്ഷകരം തലവലവൽ കടകരയാകൽ ധീവരഹസ്തപാദം ധീവരവക്ഷം ധേരികടറ്റം ധീരാവാനം സംതമ്പാരം ധീര 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 ദൈവശക്തി ദൈവശക്തി ഉടാവാര ധേരാ ധേര ധീരാവാനെ സംദേരാതെ രീതേ 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 താവാര സത്തരവക്ഷകരം അന്തരവലവൽ കടകത്തീര താവത്ത വശാവൽപ വൈഡാരാധ. കർത്താവിന്റെ ആത്മാവിനോട് പറയാ, ദൈവം ശത്രുവിന്റെ ആലോചന നിഷ്ഫലമാക്കിയ എണ്ണപ്പെടുന്ന ദിവസങ്ങൾ കൊണ്ടൊരു പൂർത്തീകരണമുണ്ട്. 52 ദിവസം കൊണ്ട് മതിലിന്റെ പണിയൊന്ന് പൂർത്തിയായി. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ദൈവാത്മാവിനോട് പറയാ, ചില വ്യക്തികൾ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഡേറ്റുകൾ കണ്ടോണം. ദൈവം ചിലതിന്റെ ആലോചനയെ നിഷ്ഫലമാക്കി, ചിലതിന്റെ ആലോചനയെ അബദ്ധമാക്കി, ചിലതിന്റെ ആലോചനയെ മറിച്ചു കളഞ്ഞിരിക്കുക. ആമേൻ. എണ്ണപ്പെടുന്ന ചില ഡേറ്റുകൾ കൊണ്ട് നീ അത് ചെവി കേൾക്കാൻ പോവുക. ആ മഹത്വം നിന്റെ കൂട്ടായ്മ കാണാൻ പോവുക. ആ മഹത്വം നിന്റെ ദേശം കാണാൻ പോവുക. ഇന്ന് പകൽ ഒരു പൂർത്തീകരണം നിന്റെ മേലേക്ക് പരിശുദ്ധാത്മാവ് നൽകുക. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ചില മിനിറ്റുകൾ ദൈവത്തിന് സ്തോത്രം ചെയ്യൂ. ആ കരം, ആ കരം, ആ കരം, ആ കരം പ്രാപിച്ചോ. ആലോചനയെ അബദ്ധമാക്കിയവൻ, ശത്രുവിന്റെ ആലോചനയെ നിഷ്ഫലമാക്കിയവൻ, മറച്ചു കളയുന്ന ദൈവകരം നിന്റെ ഓഫീസിലേക്ക് ഇറങ്ങുക, നിന്റെ കുഞ്ഞിന്റെ ഭാവിയിലേക്ക് ഇറങ്ങുക, നിന്റെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുക, നിന്റെ കുഞ്ഞിന്റെ ഭാവിയിലേക്ക് ഇറങ്ങുക. യേശുവിന്റെ നാമത്തിൽ നിന്റെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുക. കരങ്ങൾ അടിച്ച് പ്രാപിച്ചു. പോരാടി നിൽക്കുന്ന എല്ലാവരും യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കുന്നവനൊരു പ്രോജക്റ്റ് ഉണ്ട്, അതിനെതിരെ വെല്ലുവിളിയുണ്ട്. പക്ഷെ അവൻ കാവൽക്കാരെ ആക്കുമ്പോൾ ദൈവം ഒരു ബോംബ് നിർവീര്യമാക്കുന്ന പോലെ ശത്രുവിന്റെ ആലോചന നിർഫലമാക്കും. ദൈവാത്മാനോട് പറയുന്നു, സഭയെ കരിവാരിത്തേച്ച് കാണിക്കാൻ, സഭയെ കരിവാരിത്തേച്ച് കാണിക്കാൻ മറവിടത്തിൽ പിശാച് ചെയ്യുന്ന ചില തന്ത്രങ്ങളെ ഈ പ്രാർത്ഥന നിർഫലമാക്കി കഴിഞ്ഞു. ഇതിലെ ചില അഭിഷിക്തന്മാരെ ആക്ഷേപം വരുത്താൻ പിശാച് മനഞ്ഞ അബദ്ധമായി പോയി. ഓ ശാബാന പോരെ 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 യേശുവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞ് വഴിയാധാരമാകുമെന്ന്, നിന്റെ കുഞ്ഞ് ഗതി പിടിക്കത്തില്ലെന്ന്, നിന്റെ കുഞ്ഞ് രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ് ആലോചന വരഞ്ഞവന്റെ ആലോചനയെ ദൈവം ഇപ്പകൽ പൊളിക്കുകയാണ്. ദൈവം ഇപ്പകൽ പൊളിക്കുകയാണ്. ദൈവം ഇപ്പകൽ പൊളിക്കുക. കൈകളടിച്ച് പ്രാപിക്കട്ടെ. ഉടാവര സാന്ധുര വല 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 ശാന്ധുര വല വല മന 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 കടകല 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 അർത്ഥകല ജഗൽ കമല അടകാൽ അകൽ കമല മന്ത്രവാദ ശക്തികൾ, ആവിചാര ശക്തികൾ, അന്ധകാര മൂർത്തികൾ യേശുവിന്റെ നാമത്തിൽ ആ ലെവലിൽ വെളിപ്പെട്ട ആലോചനകൾ ഈ പകൽ നിഷ്ഫലമാകട്ടെ. ആ ലെവലിൽ വെളിപ്പെട്ട അസൂയയുടെ ആലോചനകൾ, കൂട്ടുകെട്ടുകൾ നിഷ്ഫലമാകട്ടെ, നിഷ്ഫലമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞു മാറട്ടെ. അടവാ നഗദാ 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 നഗദാ
രഗദ രഗദ രക്ഷകരന്തല വത്തകൻ അംശര കടകൽ കടക തീരവൻ അംശര കത്തുര വത്തല വച്ചകരന്തല വൽക്കട അക്ഷകരത്തന ഭക്ഷകരന്തര ഭക്ഷകര ഏതികരന്തര ഭക്ഷകരന്തര 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 വത്തകര അക്ഷരത്തുര അക്ഷകരത്തുര വത്തകര അക്ഷര അൽക്കര വത്തല വിഭവ തര ഭക്ഷകര ഏതി ഏതി ഏതി. ഹല്ലേലൂയ. കർത്താവിനോട് പറയാ, മല പോലെ നിന്ന വിഷയത്തെ ദൈവ സമഭൂമിയാക്കിയിരിക്കുക. ഏതൊക്കെയോ നിലവാരത്തിൽ ദൈവമക്കൾക്കെതിരെ ആക്ഷേപം ചൊരിയാൻ വെല്ലുവിളിച്ചതിനെ ഇന്ന് പകൽ കർത്താവ് നിഷ്ഫലമാക്കി. നിഷ്ഫലമാക്ക മാത്രമല്ല, ഒരു പൂർത്തീകരണം കൂടെ. മറ്റുള്ളവർക്ക് ഭയം തോന്നുമാറ് 52 ദിവസം കൊണ്ട് പണി പൂർത്തിയായപ്പോ അവന്റെ സകല ശത്രുക്കൾക്കും ഭീതി ഉണ്ടായി. നിനക്ക് പൂർത്തി ഉണ്ടായി, അവന് ഭീതി ഉണ്ടായി. മനസ്സിലായോ? 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 നിന്റെ കുടുംബത്തിൽ ഒരു പൂർത്തീകരണം വെളിപ്പെട്ടു വരുമ്പോൾ ശത്രുവിന്റെ വീട്ടിൽ ഒരു ഭീതി വെളിപ്പെടുകയാ. ഒരു ഭീതി വെളിപ്പെടുകയാ. കരങ്ങൾ അടിച്ചു പ്രാപിച്ചോ. ശത്രുവിന്റെ താവളങ്ങളിൽ ചില ഭീതി ഈ പകൽക്കാലം ആത്മാവിൽ വെളിപ്പെട്ടു വരികയാ. പോരാ 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 പോരാ. സകല ശത്രുക്കൾക്കും ഭീതി ഉണ്ടായി. ഭീതി ഉണ്ടായി. നിനക്കെതിരെ തന്ത്രം മെനഞ്ഞവൻ ഭീതിപ്പെടാൻ പോവുക. നിനക്കെതിരെ തന്ത്രം മെനഞ്ഞവൻ ഭീതിപ്പെടാൻ പോവുക. നിനക്കെതിരെ തന്ത്രം മെനഞ്ഞവൻ പകർന്നു മാറുകയോ. കരങ്ങൾ അടിച്ചു പ്രാപിക്കട്ടെ. കരങ്ങൾ അടിച്ചു പ്രാപിക്കട്ടെ. അസ്തരക്ഷവാദികടകൾ പവതലകടകൾ കടകരകടകൾ അസ്തരക്ഷവാദകൽപവേദികടകൾ കടക രഗത രഗത അസ്തരാധര നിരാവര വൽപവേദികടകര. അല്പസമയം കരങ്ങളെ അടിച്ചോ. അല്പസമയം കർത്താവിനെ സ്തുതിച്ചാട്ട്. ഈ പകൽക്കാല ദൈവാത്മാവ് ഇടപെട്ട ദൂത് അത് ആലയത്തിനകത്ത് വെളിപ്പെടാൻ, ദൈവ സഭയ്ക്കകത്ത് വെളിപ്പെടാൻ, ശുശ്രൂഷ മണ്ഡലങ്ങളിൽ വെളിപ്പെടാൻ, ഹല്ലേലൂയ ശുശ്രൂഷകന് വെളിപ്പെടാൻ, ഓരോ കുടുംബങ്ങൾ വെളിപ്പെടാൻ, യേശുവിന്റെ നാമത്തിൽ പോരുകളെ ആത്മാവിൽ വിടുതൽ വെളിപ്പെടാൻ. ചില ജീവിതങ്ങൾ ആത്മാവിൽ ഒന്ന് കാത്തട്ട്. ഹല്ലേലൂയ. തീ പോലെ ഇറങ്ങുന്ന വചനത്തിൽ ചില ജീവിതങ്ങൾ ആത്മാവിൽ ഒന്ന് കത്തുവാൻ, ചില രോഗബന്ധനങ്ങൾ അഴിയാൻ, ഹല്ലേലൂയ തകർത്ത് കളയുവാൻ വെല്ലുവിളിക്കുന്ന രോഗാത്മ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാല ജീവിതങ്ങൾ അഴിയാൻ, സ്വാതന്ത്ര്യം ഈ പകൽക്കാലം വെളിപ്പെടാൻ. എല്ലാ ബന്ധനങ്ങൾ അഴിയാൻ പിടിച്ചു കെട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് വിടുകയില്ലെന്ന്, ഒരാത്മമണ്ഡലത്തിലെ വിടുതൽ, ഒരു സ്വാതന്ത്ര്യം വെളിപ്പെടുത്തുകയില്ലെന്ന് വെല്ലുവിളിച്ച് പിടിക്കുന്ന ഇരുളിന്റെ ആഴങ്ങൾ അടിക്കുന്ന ദൈവിക സ്വാതന്ത്ര്യം യേശുവിൻ നാമത്തിൽ റൈറ്റ് നൗ ഇപ്പോൾ തന്നെ. ദൈവാത്മാവ് ശക്തമായി ഇടപെടുക. ചില ജീവിതങ്ങളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മ അഗ്നി കത്തറി ഇറങ്ങുക. അല്ലെ ശരീരത്തിലേക്ക്, അസ്ഥികളിലേക്ക് യേശുവിൻ നാമത്തിൽ റൈറ്റ് നൗ ഇപ്പോൾ തന്നെ. ദൈവജനമേ, നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസണ്ടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നല്ല പകൽക്കാലം കർത്തൃപാരപടത്തിലായിരിക്കാൻ കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ, സർവശക്തനായ ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും കർത്താവ് നൽകിയ എല്ലാ നല്ല സാവകാശങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കർത്തൃത്വത്തിനെ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ മധ്യ അയച്ച് ദൈവത്തിന്റെ ആത്മാവ് ഐശ്വര്യമായി നമ്മോട് സംസാരിച്ച എല്ലാ വചനങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യുക. വചനത്തിന്റെ വാതിലുകളെ കർത്താവ് തുറന്നല്ലോ. ഹല്ലേലൂയ. അസാധ്യമെന്ന സൻബല്ലത്തും ധൂപിയാവും മറ്റും വെല്ലുവിളിച്ചപ്പോ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയുമെന്ന് ആത്മാവിൽ ധൈര്യത്തോടെ പറഞ്ഞവന് വേണ്ടി ഇറങ്ങി വന്ന് തന്റെ പ്രവൃത്തി വെളിപ്പെട്ട സർവശക്തന്റെ കരം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പാനിടയായല്ലോ. ഹല്ലേലൂയ. പലപ്പോഴും അസഹ്യപ്പെടുത്തുമ്പോ, പരിഹാസങ്ങൾ പറയുമ്പോൾ, ഭീരുത്വം വരുത്തുവാൻ നോക്കുമ്പോ അതിന്റെ മണ്ഡലങ്ങൾ ജയാളികളാക്കി നിർത്തുന്ന ദൈവ സ്നേഹത്തെ ഓർത്ത് അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വചനം പറയുക മാത്രമല്ല, ആത്മമണ്ഡലത്തിൽ ദൈവ സഭയ്ക്ക് വേണ്ടി
നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവാത്മാവിന്റെ കരം ചലിച്ചല്ലോ. ആ സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടുന്നല്ലോ. അല്പസമയം ഒന്ന് സ്തോത്രം പറഞ്ഞതിന് അല്ലെ 52 ദിവസം കൊണ്ട് അല്ലെ മതില് പണി പൂർത്തിയായി ഒരു പൂർത്തീകരണത്തിലേക്ക് നയിച്ചുവെന്ന്. യെസ്, ഈ ദിവസങ്ങളിൽ തന്നെ ഒരു പൂർത്തീകരണ ദൈവാത്മാവ് ചെയ്യാൻ ഹല്ലേലൂയ പരിഹസിക്കുന്ന സൻബല്ലത്തിന്റെയും തോബിയാവിന്റെയും പദ്ധതികളെ, ആലോചനകളെ വചനത്തിന്റെ വാതിൽ കർത്താവ് തുറക്കടനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ് കേൾപ്പിച്ച എല്ലാ ദൂതുകൾക്കും നമ്മെ തന്നെ സമർപ്പിക്കാം. വചനത്തിനും നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ പൂർണ്ണമായി വസിക്കുന്ന, ഭാഗ്യമായി വസിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെ നമുക്ക് സ്തോത്രം ചെയ്യാം. വരും സെക്ഷനൊക്കെ കർത്താവ് അനുഗ്രഹിക്കേണ്ട എല്ലാ വിഷയങ്ങളും ദൈവം സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസനങ്ങളുടെ മധ്യ കാര്യങ്ങൾ എടുത്തനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം.